ഹലോ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. JEE 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പോകുന്നത് ചാപ്റ്റർ വൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ റൊട്ടേഷണൽ മോഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ കൊളീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടായിരിക്കും. സോ സെൻറ്റർ ഓഫ് മാസ്, കൊളീഷൻ, അതുപോലെ തന്നെ റൊട്ടേഷണൽ മോഷൻ, ഇത്രയുമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കൺസിഡർ എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് 20 cm വിത്ത് സെൻറ്റർ ലൊക്കേറ്റഡ് അറ്റ് ദി ഒറിജിൻ. A circular hole of radius 5 cm is cut from the disk in such a way that the edge of the hole touches the edge of the disk. The distance of the center of mass of the residual or the remaining disk from the origin will be. ഇതെന്തായാലും ഇതുപോലത്തെ ചോദ്യങ്ങൾ പഠിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരും സിമിലർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്കാണ്. ആ ഡിസ്കിൻ്റെ ഇനീഷ്യലി ഉണ്ടായിരുന്ന സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എവിടെയാണ്, അത് ഒറിജിനിലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഡിസ്കിൻ്റെ ഡയമീറ്റർ കാര്യങ്ങൾ നോക്കുക. റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, 20 cm ആണ് ഡിസ്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, 20 cm. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഹോള്, ആ ഹോളിന് വെറും 5 cm റേഡിയസ് ഉള്ളൂ. അപ്പം നമ്മുടെ ഡിസ്കിൻ്റെ വെറും 5 cm റേഡിയസ് മാത്രമേ ആർക്കുള്ളൂ, ആ കട്ട് ചെയ്തെടുക്കുന്ന ഹോളിനുള്ളൂ. ആ ഹോള് നമ്മുടെ ഡിസ്കിൻ്റെ എഡ്ജുമായിട്ട് ഈ ഹോളിൻ്റെ എഡ്ജ് ടച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാൻ പറ്റും, ഒരു എഡ്ജിലാണ് നമ്മളത് വരക്കേണ്ടത്. ആൻഡ് അതിൻ്റെ റേഡിയസ് 5 ആണ്, അതായത് ഡയമീറ്റർ എത്ര വരും, 10 cm വരും. അപ്പോൾ യൂഷ്വലി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ഒരു ഹോൾ കട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലേ. ഇങ്ങനെ ഒരു എഡ്ജിൽ നിന്ന് തുടങ്ങി സെൻറ്റർ വരെ വരുന്ന ടൈപ്പ് ഓഫ് ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടാവുക, ക്ലാസ്സിൽ മിക്കവാറും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ അത്രയും വലിയൊരു സർക്കിൾ അല്ല കട്ട് ചെയ്തിരിക്കുന്നത്, ആ റേഡിയസ് നോക്കിയിട്ട് വേണം ഫിഗർ വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ആ റേഡിയസ് നോക്കിയിട്ട് ഞാനിത് ചിത്രം വരയ്ക്കുകയാണ്. ഇത് ടോട്ടൽ 20 cm ആണ് റേഡിയസ്. നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഹോളിന് 10 cm ഡയമീറ്റർ ഉള്ളൂ. അപ്പോൾ അത് പകുതി വരെ എന്ത് ചെയ്യുള്ളൂ, ആ സർക്കിൾ വരുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇത്ര ഉണ്ടാവുള്ളൂ ആ സർക്കിളിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഈ ഒരു സർക്കിളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5 cm ആണ്. ആൻഡ് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ റിമൈനിങ് പോർഷൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ആ റിമൈനിങ് പോർഷൻ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇതിനെ നമ്മൾ എന്താക്കി എടുക്കുക, M1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ M2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആക്കിയിട്ട് എടുക്കുക. മനസ്സിലായോ? ഓക്കെ, അതിനെടുത്തിട്ട് അതിന് ശേഷം എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സെൻറ്ററിൽ ഒരിക്കലും ഇനി സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവില്ല. ഈ ഒരു പീസ് അവിടെ നിന്ന് പോകുന്നതോടുകൂടി തന്നെ M1 M2 എന്ന് പറയുന്ന രണ്ട് പീസുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ M1 മാത്രമേ പിന്നെ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് മാസ് എന്ത് ചെയ്യും, കുറച്ച് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും. നമുക്ക് പക്ഷേ ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് M1 M2 എന്ന് പറയുന്ന രണ്ട് പീസുകളുടെയും ഇൻഡിവിജ്വൽ സെൻറ്റർ ഓഫ് മാസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും അല്ലേ. ഫോർ M2 മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ നടുക്കാണ്. അണ്ടർസ്റ്റുഡ്? അതെവിടെ മുതൽ എവിടെ വരിക, അത് ഈ ഒറിജിൻ മുതൽ ഇതാ ഇത്രയും ദൂരം 10 cm ആണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം 5 cm ആണ്. അതായത് 15 ആണ് എക്സ് കോർഡിനേറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് M2 എന്ന് പറയുന്ന ചെറിയ പീസിൻ്റെ എക്സ് കോർഡിനേറ്റ്. ആൻഡ് ഇവിടെ വേറൊരു കാര്യമുള്ളത്, Y കോർഡിനേറ്റിൽ ഈ കട്ടിങ് കാരണം പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അത് അവിടെ തന്നെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. കാരണം അപ്പ് ആൻഡ് ഡൗണിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല, സിമെട്രിക് ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ എഴുതുകയാണ്. ഓക്കെ, ഓവറോൾ സെൻറ്റർ ഓഫ് മാസ്, ടോട്ടൽ ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറിജിനാണ്, വിച്ച് ഇസ് 0. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ M1 x1 പ്ലസ് M2 x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്ന് എഴുതാം. അപ്പോൾ എക്സാം ടൈമിൽ ശരിക്കും പറഞ്ഞാൽ നേരെ ഇതങ്ങ് എഴുതി തുടങ്ങിയാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്ത് പഠിച്ച ഒരാൾക്ക് കൂടുതൽ തിയറി ഒന്നും ആലോചിക്കാനില്ല. നേരെ 0 = M1 x1 പ്ലസ് M2 x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്നങ്ങ് എഴുതി തുടങ്ങിയാൽ മതി. അതിൽ M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, അത് ട്രങ്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ റിമൈനിങ് പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ റിമൈനിങ് പോർഷൻ M1 ഇൻറ്റു അതിൻ്റെ x1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 0 = പ്ലസ് M2 എന്ന് പറയുന്നത് ആ ചെറുതിൻ്റെ മാസാണ്. ഓക്കെ, സോ ദാറ്റ്സ് M2 ഇൻറ്റു അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എത്ര വരും, അത് 15 cm ആണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസിനെ നമുക്ക് ക്യാപിറ്റൽ എന്ന് എഴുതാം. ഇനി M1 ഉം M2 ഉം നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, അതും ഏരിയ വെച്ചിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഇതൊരു ഡിസ്ക് അല്ലേ, യൂണിഫോം ഏരിയയാണ്, മാസ് പെർ ഏരിയ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഏരിയയുടെ റേഷ്യോയിൽ തന്നെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, മാസും ഉണ്ടായിരിക്കാം. അപ്പോൾ ഏരിയ ഓഫ് M2 എന്ന് പറയുന്ന ഡിസ്കിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, പൈ ഇൻറ്റു 5² ആണ് അല്ലേ, പൈ ഇൻറ്റു 5². ഏരിയ ഓഫ് ടോട്ടൽ ആയിട്ടുള്ള ഡിസ്കിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്, അത് പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ്, 20 ആണ്. സോ ദാറ്റ് ഇസ് 20². മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടോട്ടൽ മാസിൻ്റെ എത്ര റേഷ്യോ വരും നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാകും. റൈറ്റ്, ഇത് എത്രയാണ്? ഇത് 25 പൈ ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ 400 പൈ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഏരിയൻ്റെ 1/16 ആ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ടോട്ടൽ ഏരിയൻ്റെ 1/16 മാത്രമാണ് ആരുള്ളത്? ആ ചെറിയ പീസ് ഉള്ളത്. അതിൻ്റെ മീനിങ് M1 അപ്പോൾ എത്രയായിരിക്കും? M1 15/16 ഓഫ് ദ ടോട്ടൽ മാസ് ആയിരിക്കും. 16ൽ 15 പാർട്ടും M1ൻ്റെ മാസാണ് വരിക, ബാക്കി M1ൻ്റെ മാസാണ് വരിക. M2 എന്ന് പറയുന്നത് 1/16 ഓഫ് ദി ടോട്ടൽ മാസ് മാത്രമായിരിക്കും. ഓക്കെ, സോ 0 ഇസ് ഈക്വൽ ടു, ഞാൻ ഇനി ഈ നമ്പേഴ്സ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, 15/16 ഇൻറ്റു x1 പ്ലസ് M ഡിവൈഡഡ് ബൈ 15/16 ഇൻറ്റു M. അടുത്തത് M2ന് പകരം M/16 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ എത്ര വരും? ക്യാപിറ്റൽ M എന്ന് വരും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് M എല്ലാ ടേമിലുണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ദെയർഫോർ എക്സ് കോർഡിനേറ്റ് ഓഫ് ദി ടോട്ടൽ മാസ് 0 ഇസ് ഈക്വൽ ടു, അപ്പുറത്തെ ന്യൂമറേറ്ററിൽ ആരാ ബാക്കിയുള്ളത്? x1 ഡിവൈഡഡ് ബൈ 16 പ്ലസ് പിന്നെ ആരോ ഉള്ളത്? 15/16 ആണ്. 15 ഡിവൈഡഡ് ബൈ 16 ആണ്. ശരിയല്ലേ? ബാക്കി എല്ലാവരും എന്തായിപ്പോയി? ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് 16 കൊണ്ട് എന്ത് ചെയ്യാം? ത്രൂ ഔട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. ലെഫ്റ്റിൽ 15/16 ഉണ്ട് കേട്ടോ. യെസ്, ഫസ്റ്റ് ടേമിൽ 15/16 ഉണ്ട്, അപ്പുറത്ത് 15/16 എന്നുള്ളത് എക്സ് ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ആൻസർ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. x1ൻ്റെ വാല്യൂ 1 ആയേ പറ്റൂ. x1ൻ്റെ വാല്യൂ നമുക്ക് എന്താണ്? -1 ആയേ പറ്റൂ. റൈറ്റ്, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ x1ൻ്റെ വാല്യൂ -1 ആണെന്നുള്ളത് കിട്ടും. സോ ബേസിക്കലി നമ്മുടെ റിമൈനിങ് ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്തായിട്ടുണ്ട്? -1 എന്ന് പറയുന്ന എക്സ് കോർഡിനേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓക്കെ, സോ ആൻസർ ഇസ് ഈക്വൽ ടു, നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ആണ്. സോ ദെയർഫോർ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എത്ര വരും? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. 1 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ യെസ്, യൂണിറ്റ് 1 സെൻറ്റിമീറ്റർ ആണെന്ന ആൻസർ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടാകും? കണ്ടിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ തിൻ റെക്ടാങ്കുലർ പ്ലേറ്റ് വിത്ത് സൈഡ്സ് ഓഫ് ലെങ്ത് A and B whose mass per unit area sigma varies as sigma is equal to sigma naught x divided by AB. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. അണ്ടർസ്റ്റുഡ്? അതിന് നമുക്ക് തന്നിട്ടുള്ളത് സിഗ്മയാണ്. സിഗ്മയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ AB. എയും ബിയും അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ്. എക്സ് കോർഡിനേറ്റ് മാറുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് മാറുന്നത്? സിഗ്മ മാറിക്കൊണ്ടേയിരിക്കുന്നത്. മനസ്സിലായോ? എക്സ് കോർഡിനേറ്റ് മാറുന്നതിനനുസരിച്ചിട്ടാണ് സിഗ്മ മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സെൻറ്റർ ഓഫ് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേരിയിങ് മാസിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഇൻ്റഗ്രേഷൻ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലേ? കാരണം ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷനുള്ള റെക്ടാങ്കുലർ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോമെട്രിക് സെൻറ്ററിലായിരിക്കും സെൻറ്റർ ഓഫ് മാസ് എന്ന് എല്ലാവർക്കും പറയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വരാൻ പോകുന്നത്. ഇവിടെ അതിൽ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും ബേസിക്സ്, സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്നതിൻ്റെ ബേസിക്സിലേക്ക് പോകണം. എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് വേരിയിങ് ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഒരുപാട് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും M1 x1 പ്ലസ് M2 x2 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് എക്സെട്രയാണ്. ഇത് തന്നെ ഇൻ്റഗ്രൽ ഫോമിലേക്ക് മാറ്റി എഴുതണമെന്ന് മാത്രം. അപ്പോൾ അവിടെ നമുക്ക് M1ന് പകരം എന്ത് ചെയ്യേണ്ടി വരും? ഒരു ചെറിയ എലമെൻറ്റ് കൺസിഡർ ചെയ്യേണ്ടി വരും. അതിനെ നമുക്ക് DM എന്ന് വിളിക്കാം. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് കൊണ്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇങ്ങനെ DM ഇൻറ്റു എക്സ് എന്ന് പറയുന്ന സ്മോൾ എലമെൻസിൻ്റെ എല്ലാം കൂടെ സമ്മാണ് നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഡിനോമിനേറ്ററിലോ ഇൻ്റഗ്രൽ DM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടാൻ പോകുന്നത് ടോട്ടൽ മാസ് തന്നെയാണ്. ഇവിടെ അതും ആക്ച്വലി എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോരോ ടേംസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു DM ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? സ്മോൾ എലമെൻറ്റ് വേണം. അപ്പോൾ ഇവിടെ ഞാനിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്മോൾ എലമെൻറ്റ് സെലക്ട് ചെയ്യാണ്. ഒരു റെക്ടാങ്കുലർ പീസ് തന്നെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ റെക്ടാങ്കുലർ പീസിൻ്റെ പ്രത്യേകത എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് ഇത് ഒറിജിനിൽ നിന്ന് നിൽക്കുന്നത്. ആൻഡ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? DX ആണ് അതിൻ്റെ തിക്നെസ്. ഓക്കെ, DX ആണ് അതിൻ്റെ തിക്നെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ആ സ്മോൾ എലമെൻറ്റിൻ്റെ മാസ് എത്രയാകുമെന്ന് മനസ്സിലാക്കണം. അത് DM എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മോൾ എലമെൻറ്റിൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ഏരിയ ആയിട്ടുള്ള സിഗ്മ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഏരിയനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് സിഗ്മ നോട്ട് എക്സ് ഡിവൈഡഡ് ബൈ AB എന്ന് പറയുന്ന എക്സ് ഡിസ്റ്റൻസിൽ ഉള്ള സിഗ്മയാണത്. ഓരോ കോർഡിനേറ്റിലും അല്ലെങ്കിൽ ഓരോ പോയിന്റിലും ലീനിയർ മാസ് ഡെൻസിറ്റി, ഏരിയ മാസ് ഡെൻസിറ്റി എന്ത് ചെയ്യാണ്? വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഏരിയ എന്താ?
ആ സ്ട്രിപ്പിൻ്റെ ഏരിയ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡി എക്സ് ആണ്, അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബി ആണ്. സോ ബി ഡി എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് സ്മോൾ ഏരിയ കിട്ടി. സോ ഡി എം ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡി എക്സ് ഓക്കെ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ ബി എന്ന് വരും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ആക്ച്വലി ബിയിനെയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്മോൾ മാസ് കിട്ടി. സോ സിഗ്മ ഡി എം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇൻ്റഗ്രേഷനിലേക്ക് കടക്കാം. ഇൻ്റഗ്രൽ ഡി എമ്മിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ എഴുതിയിട്ടുള്ള ഡി എമ്മിൻ്റെ ആ ഫോം നമ്മൾ എഴുതണം അവിടെ. ഓക്കെ, സോ അതെന്താണ് വരിക? സിഗ്മ എക്സ് ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത്? ഡി എക്സ് ആണുള്ളത്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? എ മാത്രമാണുള്ളത്. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ ഇൻ്റഗ്രൽ ഡി എം മാത്രം. അവിടെ എന്തുണ്ടാവില്ല? ഇൻറ്റു എക്സ് കൊണ്ട് നമ്മൾ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ന്യൂമറേറ്ററിൽ ഡി എം എന്താണോ ആ ഫോമിനെ നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സിഗ്മ നോട്ട് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എ മാത്രമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ എന്തിലേക്ക് കടക്കാം? ഇൻ്റഗ്രേഷനിലേക്ക് കടക്കാം. സോ ന്യൂമറേറ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആൻഡ് ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എൻറ്റയർ റെക്ടാങ്കുലർ പ്ലേറ്റ് ഇതിലേക്ക് ഇൻക്ലൂഡഡ് ആവണം. അപ്പോൾ നമ്മൾ ഒറിജിൻ മുതൽ എക്സ് ഈക്വൽ ടു എവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും? എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റ് വരെ നമ്മൾ ഇത്തരം റെക്ടാങ്കുലർ സ്ട്രിപ്പുകളുടെ ഇൻ്റഗ്രേഷൻ നമ്മൾ നടത്തണം. സോ ഇൻ്റഗ്രൽ ഫ്രം എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എ സിഗ്മ എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ എ ആണ് മുകളിലുള്ളത്. താഴെയുള്ളതോ അഗെയിൻ 0 ടു എ സിഗ്മ നോട്ട് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എ ആണുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ സിമ്പിളാണ്. ബേസിക്കലി ഇതിൽ കോൺസ്റ്റൻസ് ആയിട്ടുള്ള ടേം സിഗ്മയും എയും ഒക്കെ പുറത്തേക്ക് നമ്മൾ എന്തായാലും എടുക്കും. അത് താഴെയും അതേപോലെ തന്നെ പുറത്തേക്ക് എടുത്ത് എഴുതാനുണ്ട്. സോ ബേസിക്കലി അതൊക്കെ ക്യാൻസലായി പോകും. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യാനുള്ളതാണ്? ക്യാൻസലായി പോകാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേഷൻ സ്റ്റെപ്പിലേക്ക് കടക്കാം. സോ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേലെ എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. ദർ യു ഹാവ് എക്സ് ക്യൂബ് ബൈ 3 എന്ന് കിട്ടുന്നുണ്ടാകും. താഴെ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ രണ്ടിനും എന്തുണ്ടായിരിക്കും? 0 ടു എ ലിമിറ്റ്സും ഉണ്ടായിരിക്കും. അത് 0 ടു എ ലിമിറ്റ്സ് നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ടു എ ലിമിറ്റ്സ് നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ എ ക്യൂബ് ബൈ 3 എന്ന് വരും. താഴെ എന്ത് വരും? എ സ്ക്വയർ ബൈ 2 എന്ന് വരും. ഇതിലെ എ സ്ക്വയറും മുകളിലത്തെ എ സ്ക്വയറും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എ മാത്രമാണ് ബാക്കി ഉണ്ടാവും. സോ 2a ബൈ 3 എന്നുള്ള എക്സ് കോർഡിനേറ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. ഓക്കെ, സോ ഇത് ഡ്യൂറിങ് ദി എക്സാം ചെയ്യാൻ ഇത്ര സമയമൊന്നും വേണ്ട. ഞാൻ എല്ലാ ഇൻ്റഗ്രേഷൻ സ്റ്റെപ്പുകളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും ടൈം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 2a ബൈ 3 ആണെന്ന് കിട്ടി. അങ്ങനത്തെ 2 ഓപ്ഷൻസ് ആക്ച്വലി അവൈലബിൾ ആണ്. ഓക്കെ, ഇനി വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈ കോർഡിനേറ്റും ഇതേ മെത്തേഡിൽ തന്നെയാണ് കണ്ടുപിടിക്കുക. അതിന് സംശയമൊന്നുമില്ല. വൈ കോർഡിനേറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ വൈ ഡി എം ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഡി എം ആണ്. ഓക്കെ, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിങ്ങനെ കണ്ടുപിടിക്കാൻ പോകുമ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, വൈ കോർഡിനേറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും വൈയുടെ കോർഡിനേറ്റ് വരാൻ സാധ്യതയുള്ളതെന്നുള്ള നമ്മൾ ചിന്തിക്കണം അല്ലേ? അപ്പം ഹൊറിസോണ്ടലി ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസ് ഡെൻസിറ്റിയിൽ വ്യത്യാസം വരുന്നത്. വെർട്ടിക്കലി എന്ത് വരുന്നില്ല? വ്യത്യാസം വരുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഒരു റെക്റ്റാങ്കുലർ സ്ട്രിപ്പിനെ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ഒരു റെക്റ്റാങ്കുലർ സ്ട്രിപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കുലർ സ്ട്രിപ്പ് സ്മോൾ എലമെൻറ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ്? അത് കറക്റ്റ് സെൻറ്ററിലല്ലേ വരിക അല്ലേ? കാരണം വെർട്ടിക്കലി എന്തില്ല? ഹൊറിസോണ്ടലി മാത്രമേ മാസ് ഡെൻസിറ്റിയിൽ വേരിയേഷൻ ഉള്ളൂ, വെർട്ടിക്കൽ വേരിയേഷൻ ഇല്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വെർട്ടിക്കലി എല്ലാ പോയിന്റ്സിലും മാസ് ഡെൻസിറ്റി സെയിം ആണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഈ ഒരു സിംഗിൾ സ്മോൾ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ പീസിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്ട് സെൻറ്ററിലാണ്. ഇങ്ങനെ ഈ ഒരു എൻ്റയർ റെക്റ്റാങ്കിൾ പ്ലേറ്റിലെ ഓരോ സ്മോൾ എലിമെൻ്റ് എടുത്താലും അതിൻ്റെ എല്ലാം വൈ കോർഡിനേറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് നടുക്ക് തന്നെയാണ് കിട്ടുക. എന്ന് വെച്ചാൽ അതിൻ്റെ എൻ്റയർ റെക്റ്റാങ്കിൾ എടുത്താലും ആ റെക്റ്റാങ്കിളിൻ്റെ വൈ കോർഡിനേറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രോപ്പർ സെൻറ്ററിൽ തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ അത് നമുക്ക് കത്തിക്കഴിഞ്ഞാൽ ആ ഒരു പാർട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, ആക്കാവുന്നതേ ഉള്ളൂ. ഇനി ചെയ്ത് നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? അതേ ആൻസറിലേക്ക് തന്നെയാണ് എത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ ഡി എമ്മിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ മാറ്റേണ്ടി വരും, വീണ്ടും കുറേ സ്റ്റെപ്സ് നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ ഉപരി ഇവിടെ തന്നെ നമുക്ക് ആ ഒരു കാര്യം റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് 2a/3 ആണ്, വൈ കോർഡിനേറ്റ് b/2 ആണെന്നുള്ള ആൻസർ നമുക്ക് ഇവിടെ തന്നെ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എ യൂണിഫോം റോഡ് ഓഫ് മാസ് 250 gram having length 100 centimeter is balanced on a sharp edge at 40 centimeter mark. A mass of 400 gram
ഈസ് സസ്പെൻഡഡ് അറ്റ് 10 സെൻറ്റിമീറ്റർ മാർക്ക്. ടു മെയിൻറ്റെയിൻ ദി ബാലൻസ് ഓഫ് ദ റോഡ് ദ മാസ് ടു ബി സസ്പെൻഡഡ് അറ്റ് 90 സെൻറ്റിമീറ്റർ മാർക്ക് ഈസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 100 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ ഒരു റോഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വരക്കേണ്ടതായിട്ടുണ്ട്. ആ റോഡിൻ്റെ പ്രത്യേകത 100 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ആദ്യം തന്നെ ഒരു 40 സെൻറ്റിമീറ്ററിലൊരു ഷാർപ്പ് എഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ ആയിട്ട് ഒരു 40 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എഡ്ജ് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 40 സെൻറ്റിമീറ്റർ. ഓക്കെ, പിന്നെ ചെയ്തിട്ടുള്ളത് മാസ് ഓഫ് 400 ഗ്രാം is suspended at 10 സെൻറ്റിമീറ്റർ മാർക്ക്. 10 സെൻറ്റിമീറ്റർ മാർക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 400 ഗ്രാമിൻ്റെ സസ്പെൻഷൻ അവിടെ ഉണ്ട്, ഒരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട് 400 ഗ്രാം. അതുപോലെ പിന്നെ അടുത്തത് എന്താ, ടു മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ദ റോഡ് ദി മാസ് ടു ബി സസ്പെൻഡഡ് അറ്റ് 90 സെൻറ്റിമീറ്റർ മാർക്കിൽ എത്ര സസ്പെൻഡ് ചെയ്യണം. അപ്പോൾ വളരെ അറ്റത്ത് റൈറ്റ് എൻഡിലായിട്ട് 90 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്രയാണ് സസ്പെൻഡ് ചെയ്യേണ്ടത്, സോ ദാറ്റ് ദിസ് വിൽ ബി ബാലൻസ്ഡ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തന്നെ ഉള്ളൂ. ഇവിടെ എന്താണ്, ടോർക്കാണ്, ടോർക്ക് ബാലൻസ് ചെയ്യാന്നുള്ളത് തന്നെ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ ടോർക്കാണ് ആക്ട് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു പോയിന്റിന് അബൌട്ടായിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കുകൾ ഇക്വേറ്റ് ചെയ്യുക, അത് നമുക്ക് ആൻസർ തരും. ഇവിടെ നമുക്ക് 400 ഗ്രാം കാരണം ഇവിടെ എന്ത് ടോർക്ക് ഉണ്ട്, ഇവിടെ ഒരു ക്ലോക്ക് വൈസ് ടോർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏത് പോയിന്റിന് അബൌട്ടായിട്ട് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ലത് ആ ബാലൻസ് ചെയ്യുന്ന പോയിന്റിന് അബൌട്ടായിട്ട് എടുക്കുന്നതിനാണ് ഏറ്റവും സേഫ്, അതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമ്മൾ ഇതിൽ വരക്കാത്ത ഒരാളും കൂടെ ഉണ്ട്. എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് നമ്മൾ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യണം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും, അല്ലേ? അത് 250 ഗ്രാം ആണ് ഇതിൻ്റെ മാസ് ഈ ഒരു റോഡിൻ്റെ. അങ്ങനെയാണെങ്കിൽ 250 ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ട് വെയിറ്റ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടോർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് 400 ഗ്രാമിൻ്റെ ടോർക്ക് എബൌട്ട് ദിസ് പോയിന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലോക്ക് വൈസ് ആയിട്ട് 250 ഗ്രാമിൻ്റെയും അഡീഷണലി നമ്മൾ വെക്കേണ്ട മാസിൻ്റെയും ടോർക്ക് എബൌട്ട് ദിസ് പോയിന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് സൊല്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡിനോട് ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ടോർക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലോക്കിൻ്റെ ഡയറക്ഷനിൽ തന്നെ നമുക്ക് റൊട്ടേഷണൽ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കുകളാണ്. അതൊന്ന് 250 ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോഴ്സ് വേണം, പിന്നെ പോയിന്റ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. ഇവിടെ എല്ലാത്തിൻ്റെയും ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മാസ് ഇൻറ്റു ജി തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് എഴുതിയില്ലെങ്കിലും അതെന്തായാലും ക്യാൻസൽ ചെയ്ത് പോകാനുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ 250 കാരണമുള്ള ടോർക്ക് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എഴുതുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? ടോട്ടൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് കറക്റ്റ് നടുക്ക് 50 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്. അവിടെ 40ലാണ് ബാലൻസിങ് ഉള്ളത്. സോ ദിസ് വിൽ ബി 10. കറക്റ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 250 × 10 പ്ലസ് പിന്നെ എന്താ ഉള്ളത്, പിന്നെ 90 സെൻറ്റിമീറ്റർ ദൂരെയാണ്. 90 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡിൽ നിന്നാണ് 90 സെൻറ്റിമീറ്റർ. നമുക്ക് വേണ്ടത് എവിടെ നിന്ന് എങ്ങോട്ടാ, നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഈ ഒരു ബാലൻസിങ് പോയിന്റിൽ നിന്നും നമ്മുടെ അഡീഷണൽ മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അത് ടോട്ടൽ 90 ആണ്, ബാലൻസിങ്ങിലേക്കുള്ളത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇത് 50 ആയിരിക്കും. ഓക്കെ, അത് എത്രയായിരിക്കും, അത് 50 ആയിരിക്കും. സോ അവിടെ നമുക്ക് എത്രയാണ് വെക്കേണ്ടതെന്ന് അറിയില്ല. സോ മാസ് ഇൻറ്റു 50 ഇസ് ഈക്വൽ ടു, ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് 400 ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതുണ്ട്. 400 ഇൻറ്റു ആ 400 ഗ്രാം ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്നും ഈ പറയുന്ന ബാലൻസിങ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക? ടോട്ടൽ 40 ആണ്. അതിലിതാ ഇത്രയും ഭാഗം 10 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ബാക്കി 30 ആയിരിക്കും വരിക. ആ ഫിഗർ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 30 സെൻറ്റിമീറ്റർ. അപ്പോൾ അതും കൂടെ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തുകയാണ്. 2500 പ്ലസ് 50 × m ഇസ് ഈക്വൽ ടു 12,000 എന്ന് വരും. സോ 50 m ഇസ് ഈക്വൽ ടു 9,500. m ഇസ് ഈക്വൽ ടു 9,500 ബൈ 50 ആണ്. 0 2 ക്യാൻസലായി പോകുന്നു. 950/5 എന്ന് വരും. 1000/5 ആണെന്നുണ്ടെങ്കിൽ അത് 200 ആണ്. ഇവിടെ ഒരു 10ൻ്റെ കുറവുണ്ടാകും. സോ 190 ഗ്രാം ആണ് ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ എന്തായാലും ഉണ്ടാകും. 190 ഗ്രാം ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു എൻ്റയർ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ പേടി സ്വപ്നമാണ്. പക്ഷേ ആക്ച്വലി ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഒരു 80 to 90% ക്വസ്റ്റ്യൻസ് ഈസ് ആക്ച്വലി ഡൂവബിൾ. അതിന് നമ്മൾ സിലബസ് കവർ ചെയ്തിട്ടുണ്ടാവണം. ഈ ചാപ്റ്റർ തൊട്ട് നോക്കാത്ത ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഇത് ടഫാണെന്ന് പറയും. പക്ഷേ എല്ലാ ടോപ്പിക്സും പഠിച്ച് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് 90% ഓഫ് ദ ക്വസ്റ്റ്യൻസും. ഓക്കെ, അടുത്തതിലേക്ക് ഞാൻ പോകുന്നു. A balloon and its content having mass m is moving up with an acceleration a
the mass that must be released from the content so that the balloon starts moving up with an acceleration of 3a will be എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ആഡ് ചെയ്ത സമയത്ത് ഈ ഒരു ചാപ്റ്ററിലേക്ക് വന്നു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മൊമെന്റം കൺസർവേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എനിവേ എങ്ങനെയാണ് ചെയ്യണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ നിങ്ങൾ ഇമീഡിയറ്റ്ലി എന്ത് ചെയ്യണം, ഫിഗർ വരക്കണം. അപ്പോൾ നമ്മുടെ ബലൂൺ നമ്മുടെ കയ്യിലുണ്ട്. ബലൂണിന്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്. ഇത് മുകളിലേക്ക് എ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്നും എന്ത് ചെയ്യണം, കുറച്ച് കണ്ടന്റ് എടുത്ത് ഒഴിവാക്കണം, കുറച്ച് മാസ് എടുത്ത് റിലീസ് ചെയ്യണം, സോ ദാറ്റ് ഇതിന്റെ ആക്സിലറേഷൻ കൂടണം. ഓക്കെ, അതാണ് ബേസിക്കലി നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബലൂൺ വരക്കുകയാണ്. രണ്ടാമത്തെ ബലൂണിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാസ് എം മൈനസ് ഒരു സ്മോൾ എം ആയിരിക്കും. കുറച്ച് കണ്ടന്റ് നമ്മൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ആൻഡ് അത് മുകളിലേക്ക് പോകുന്ന ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 times ദി ഇനീഷ്യൽ ആക്സിലറേഷൻ ആണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ചെയ്യാൻ തോന്നും എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മുടെ ലിഫ്റ്റ് ഒക്കെ പോകുന്ന ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റ്യൻ ആണ് ഓർമ്മ വന്നത്. കാരണം ഈ ബലൂണിൻ്റെ ഉള്ളിൽ ഇത്രയും കണ്ടന്റ് മാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും താഴേക്ക് എന്തുണ്ടാകും, ഒരു mg ഉണ്ടാകും. ഇവിടെയും അതേപോലെ തന്നെ താഴേക്ക് m - m എന്ന് പറയുന്ന മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇവരൊക്കെ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ആ ഒരു ഫോഴ്സിൽ മാറ്റം വരുന്നതിനെ കുറിച്ച് എന്ത് ചെയ്തില്ല, പറഞ്ഞിട്ടില്ല. മാറ്റം വന്നത് ആ മാസിന് മാത്രമാണ്. ആ മാസ് മാറിയത് കൊണ്ട് തന്നെ നമുക്കറിയാം വെയിറ്റ് കുറയും, അതുകൊണ്ട് തന്നെ നെറ്റ് ആക്സിലറേഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നത് പോലെ നോർമൽ റിയാക്ഷൻ ഒക്കെ കണ്ടുപിടിച്ചാൽ ലിഫ്റ്റിന്റെ ലോസ് ഓഫ് മോഷനിൽ ചെയ്തത് പോലെ തന്നെ ഇതിന്റെ രണ്ട് കേസിലെയും ഫോഴ്സ് ഇക്വേഷൻസ് എഴുതിയാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് കേസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, അപ്വേർഡ് ആയിട്ടാണ് ആക്സിലറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അപ്വേർഡ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ, ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡൗൺവേർഡ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം, എഫ് മൈനസ് എം ജി എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്ന ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് ക്യാൻ ബി ഈക്വൽ ടു എം എ എന്ന് എഴുതാം. അതുപോലെ രണ്ടാമത്തെ സിറ്റുവേഷനിലും എഫിന് മാറ്റമൊന്നുമില്ല, അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. സോ ഇറ്റ് ഷുഡ് ബി എഫ്, എക്സ്റ്റേണൽ ആയിട്ട് മുകളിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത് എന്തോ ആവട്ടെ അത് എഫ് തന്നെ ആയിരിക്കണം. ഓക്കെ, എഫ് മൈനസ് മാസ് ഓഫ് ദി ബലൂൺ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം രണ്ടാമത്തെ കേസിൽ മുകളിലേക്കുള്ളത് എഫും താഴേക്കുള്ളത് എം മൈനസ് എം ഇൻറ്റു എഫും ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എം മൈനസ് എം ഇൻറ്റു ജിയുമാണ്, അതാണ് അവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു 3 times ആക്സിലറേഷൻ. പക്ഷെ നമ്മൾ എഴുതേണ്ടത് ആക്സിലറേഷൻ അല്ല, ഫോഴ്സ് ആണ്. ആ 3a ഫോഴ്സ് കിട്ടുന്നത് ആർക്കാണ്, എം മൈനസ് എം എന്ന് പറയുന്ന റെഡ്യൂസ്ഡ് ആയിട്ടുള്ള മാസിനാണ്. സോ എം മൈനസ് എം ഇൻറ്റു 3a എന്ന് വരും. ഈ രണ്ടും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, വാട്ട് ഈസ് ദി മാസ് ടു ബി റിമൂവ്ഡ്. അപ്പോൾ സ്മോൾ എമ്മിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അതിൽ എയും ക്യാപിറ്റൽ എമ്മും ജിയും വരാം, പക്ഷേ എഫ് വരാൻ പാടില്ല. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ആക്ച്വലി ഇക്വേഷൻ 1 and 2 അങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് നമ്മൾ എത്തും എന്നാണ് വിചാരിക്കുന്നത്. ചെയ്തു നോക്കാം. സോ മൈനസ് എം ജി, എഫ് മൈനസ് എഫ് 0 ആയിട്ട് പോകും. മൈനസ് എം ജി, അത് കഴിഞ്ഞ് നിങ്ങളിത് സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് എം ആണുള്ളത്, സബ്ട്രാക്ട് മൈനസ് ഓഫ് മൈനസ് ക്യാപിറ്റൽ എം എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് എം ജി. പിന്നെ നിങ്ങൾ നോക്കുക, ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ഒരു പ്ലസ് സ്മോൾ എം ജി ആണുള്ളത്, നമ്മളത് മൈനസിലേക്ക് ആണ് എഴുതുന്നത്. 1 - 2 ആണ് ചെയ്യുന്നത്. ആ സ്റ്റെപ്പുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ എഴുതി നോക്കുക. മൈനസ് സ്മോൾ എം ജി എന്ന് വരും. ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലോ അവിടെ എ നമുക്ക് വേണമെങ്കിൽ കോമൺ ആക്കി എടുത്തിട്ട് എഴുതാം. ക്യാപിറ്റൽ എം മൈനസ്, കണ്ടില്ല ആദ്യത്തെ ടേം പ്ലസ് എം ആണ്, അത് അതുപോലെ തന്നെ വരും. അടുത്ത ടേം മൈനസ് സ്മോൾ എം ആണ്, അപ്പോൾ മൈനസ് ഓഫ് മൈനസ് സ്മോൾ എം എന്ന് വരും. സോ ദാറ്റ് വിൽ ബി ദിസ്. ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഒരു 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്, ഒരു 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ എഴുതിയതിൻ്റെ കൂടെയൊക്കെ എന്തും വരും, ഒരു 3യും കൂടെ വരുമെന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ പ്ലസ് 3 ഇൻറ്റു സ്മോൾ എം നമ്മൾ സബ്ട്രാക്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തത് ഇക്വേഷൻ 1 - 2 ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാം. മൈനസ് എം ജിയും പ്ലസ് എം ജിയും ക്യാൻസലായി പോവുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ മൈനസ് സ്മോൾ എം ജി മാത്രമാണുള്ളത്. അപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ആക്സിലറേഷൻ ഇൻറ്റു -2 ഇൻറ്റു ക്യാപിറ്റൽ എം ഉണ്ടായിരിക്കും, പ്ലസ് 3 ഇൻറ്റു സ്മോൾ എം ഉണ്ടായിരിക്കും. എന്താ നമുക്ക് വേണ്ടത്, ആക്സിലറേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം നമ്മൾ നമ്മുടെ ആൻസറിൻ്റെ അടുത്തേക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകും. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു RHSലുള്ള ബ്രാക്കറ്റിലെ ടേമിനെ ലെഫ്റ്റിലെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. സോ യു വിൽ ഗെറ്റ് മൈനസ് സ്മോൾ എം ജി ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആരുള്ളത് 3 ഇൻറ്റു സ്മോൾ എം മൈനസ് 2 ഇൻറ്റു ക്യാപിറ്റൽ എം ആണുള്ളത്. ആൻസറിൽ ന്യൂമറേറ്ററിൽ എന്തില്ല, മൈനസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് -1 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദെയർഫോർ ആക്സിലറേഷൻ അല്ലല്ലോ നമുക്ക് വേണ്ടിയിരുന്നത്,
നമുക്ക് വേണ്ടിയിരുന്നത് ആക്സിലറേഷൻ അല്ല, സ്മോൾ എം ആണ് ആക്ച്വലി വേണ്ടിയിരുന്നത്. സോ ഐ തിങ്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. സോ -mg ഇസ് ഈക്വൽ ടു -2ma പ്ലസ് 3m ഇൻറ്റു സ്മോൾ എ. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ സ്മോൾ എമ്മിനെ മുഴുവൻ ഒരു സൈഡിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ -mgയെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള -2ma ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ ഐ വിൽ ഹാവ് 2ma ഇസ് ഈക്വൽ ടു 3 സ്മോൾ ma പ്ലസ് mg എന്ന് വരും. ഓക്കെ, സോ 2ma ഇസ് ഈക്വൽ ടു സ്മോൾ m ഇൻറ്റു 3a പ്ലസ് g എന്ന് വരും. സോ സ്മോൾ m ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ക്യാപിറ്റൽ M ഇൻറ്റു a ഡിവൈഡഡ് ബൈ 3a പ്ലസ് g എന്നുള്ള ആൻസറിലേക്കാണ് നമ്മൾ എത്തുക. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. 2ma ഡിവൈഡഡ് ബൈ 3a പ്ലസ് 2g, 2ma ഡിവൈഡഡ് ബൈ 3a പ്ലസ് g എന്നുള്ള ആൻസർ ആണ്. ഓക്കെ, ഓപ്ഷൻ 1 ആണ്. 2ma ഡിവൈഡഡ് ബൈ 3a പ്ലസ് g എന്ന് പറയുന്ന ഓപ്ഷൻ 1ലേക്ക് നമ്മൾ എത്തുകയാണ്. അത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആസ് ഷോൺ ബിലോ, ബോബ് എ ഓഫ് പെൻഡുലം ഹാവിംഗ് മാസ്ലെസ് സ്ട്രിംഗ് ഓഫ് ലെങ്ത് r is released from 60 degree to the vertical. It hits another bob B of half the mass that is at rest on a frictionless table in the center. Assuming elastic collision, the magnitude of velocity of the bob A after the collision will be എന്തായിരിക്കും? ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ 60 ഡിഗ്രി വരെ കൊണ്ടുപോയിട്ട് ഈ ബോബിനെ നമ്മൾ റിലീസ് ചെയ്യാണ്. അത് അതിൻ്റെ ആ ഒരു പാത്തിലൂടെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് താഴെ ഇരിക്കുന്ന ബീനെ അങ്ങ് ഹിറ്റ് ചെയ്യാണ്. ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അപ്പോൾ ആഫ്റ്റർ ദി കൊളീഷൻ വെലോസിറ്റി ഓഫ് ബോബ് എ എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആഫ്റ്റർ ദി കൊളീഷൻ വെലോസിറ്റി ഓഫ് എ എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഈസിലി ചെയ്യാൻ പറ്റുന്നതുള്ളൂ. ഇത് കൊളീഷനിലെ ക്വസ്റ്റ്യൻ ആണ്, ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ ചെയ്യുമ്പോൾ അത് സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ഒന്ന്, നമ്മൾ മൊമെൻറ്റം കൺസർവേഷൻ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ച ആളുകൾക്കറിയാം. നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 1 ആണ് അതിൻ്റെ വാല്യൂ വരിക. അത് ഓർമ്മയിലുണ്ടെങ്കിൽ ഇത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കൊളീഷൻ്റെ തൊട്ട് മുന്നേ നമ്മുടെ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് എത്ര സ്പീഡ് ഉണ്ടാകും, ആ സ്പീഡ് കൊണ്ടാണ് ഈ കൊളീഷനിലേക്ക് അത് എത്തുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണെന്ന് കരുതിയിട്ട് കാര്യമില്ല. എത്ര സ്പീഡിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ബീനെ ടച്ച് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഒരു ഒബ്ജക്റ്റ് നമ്മൾ റിലീസ് ചെയ്യുമ്പം ഹൈറ്റ് ഡിഫറൻസിൽ ഒരു ഒബ്ജക്റ്റ് സ്പീഡ് ഗെയിൻ ചെയ്യുന്ന ഏത് സിറ്റുവേഷൻ ആയാലും അവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, താഴെ എത്തുമ്പോൾ സ്പീഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്ര ഹൈറ്റിൽ നിന്നാണ് ഇത് റിലീസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ആണ് ഇവിടുത്തെ റേഡിയസ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസ്റ്റൻസ് r എത്ര ആയിരിക്കും? ഇത് 30 ഡിഗ്രി ആണ്. സോ ദിസ് വിൽ ബി r sin 30 ഡിഗ്രി, ഇത് r cos 30 ഡിഗ്രി ആയിരിക്കും. സോ അതിൻ്റെ അർത്ഥം ഈ കാണുന്ന ഡിസ്റ്റൻസ്, ഓക്കെ, ഈ കാണുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r sin 30 ഡിഗ്രി ആണ്, അതായത് r/2 ആണ്. അത് r/2 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഗ്രൗണ്ടിൽ നിന്നും എത്ര ഹൈറ്റിലാണ് കറൻ്റ്ലി ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും r/2 തന്നെയാണ്. ഓക്കെ, ആ പിവട്ട് ചെയ്ത ഒരു പോയിന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള പോയിന്റ് മുതൽ ഈ പറയുന്ന ഹൊറിസോണ്ടൽ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ഇത് r/2 ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും എന്താണ്, r/2 തന്നെയാണ്. അപ്പോൾ r/2 ഹൈറ്റിൽ നിന്നാണ് റിലീസ് ചെയ്തിട്ട് നമ്മുടെ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ബീനെ ഹിറ്റ് ചെയ്യാൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ആ ബോട്ടം പോയിന്റിലുള്ള സ്പീഡാണ്. അതെങ്ങനെ കിട്ടും? mg ഇൻറ്റു r/2. താഴെയുള്ള ആൾക്ക് മാസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ, അത് നമ്മൾ കൊളീഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. mg ഇൻറ്റു r/2 ഇസ് ഈക്വൽ ടു എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ½ mv² എന്ന് ഞാൻ കൊടുക്കും. 2 ഉം 2 ഉം ക്യാൻസൽ ആകുന്നു, m ഉം ക്യാൻസൽ ആകുന്നു. സോ v ഈക്വൽ ടു √rg എന്ന് കിട്ടും. അപ്പോൾ √rg എന്ന് പറയുന്ന സ്പീഡും കൊണ്ടാണ് എ എന്ന് പറയുന്ന ബോബ് ബീനെ എന്ത് ചെയ്യുന്നത്, ഹിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി? ക്വസ്റ്റ്യൻ ഇതാ, ബി എന്ന് പറയുന്ന m/2 മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിനെ ആര് ഹിറ്റ് ചെയ്യുകയാണ്? m മാസുള്ള എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഹിറ്റ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് കമ്മിങ് വിത്ത് എൻ ഇനീഷ്യൽ സ്പീഡ് ഓഫ് √rg. ഇതാണ് ക്വസ്റ്റ്യൻ. ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ കൊളീഷൻ നമുക്ക് ഇവിടെ പറയാം എ എന്ത് ചെയ്യും, v1 എന്ന് പറയുന്ന ഒരു സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടാകും, ബി എന്ത് ചെയ്യുന്നുണ്ടാകും, v2 എന്ന് പറയുന്ന സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടാകും. നമുക്ക് ആ v1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് എം ഇൻറ്റു എത്രയാണ്? യു ആണ്, എം യു ആണ്. ഇനി ഫൈനലി ഉള്ള മൊമെൻറ്റം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം വി വൺ പ്ലസ് എം ബൈ ടു ഇൻറ്റു വി ടു ആണ്. എം ബൈ ടു ഇൻറ്റു വി ടു ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു? എം കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ആണ്. ഇതൊന്ന് എന്തായാലും പ്രോപ്പർ ഏറ്റവും സിമ്പിൾ ഫോമിലാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. സോ ഐ വിൽ ഗെറ്റ് 2u ഇസ് ഈക്വൽ ടു 2v1 പ്ലസ് v2 എന്ന് വരും. എം കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു, അതുപോലെ തന്നെ എന്തും ചെയ്തു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടി. ഇവിടെ നമുക്ക് 2 അൺനോൺസ് ഉണ്ട്, v1 ആൻഡ് v2. ഇങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ്റെ കണ്ടീഷൻ എടുക്കണം. ഇലാസ്റ്റിക് കൊളീഷൻ ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സോ ദെർഫോർ E ഈക്വൽ ടു 1, കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്തായിരിക്കണം? അത് ഈക്വൽ ടു 1 ആയിരിക്കണം. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി. സോ E ഈസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അതായത് v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ u ആയിരിക്കണം റിലേറ്റീവ്. അതിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുക. ദിസ് ഷുഡ് ബി ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടുകയാണ്. v2 മൈനസ് v1 ഈക്വൽ ടു u എന്നുള്ള രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ഓൾറെഡി നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് v2 ആൻഡ് v1 വെച്ചിട്ട്. അതേതാണ്? അത് 2v1 പ്ലസ് v2 ഇസ് ഈക്വൽ ടു എത്രയാണ്? 2u എന്നുള്ള റിലേഷൻ ആണത്. ഇനി നിങ്ങൾ ആലോചിക്കുക, നമുക്ക് വേണ്ടത് എന്താ? v1 ആണ് വേണ്ടത്. നമുക്ക് വേണ്ടത് v1 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. v2 അങ്ങ് ഒഴിവാക്കണം. v2 എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്നും ഇതിനെ 2 എന്നും വിളിക്കാം. നമ്മൾ v2നെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ 1 മൈനസ് 2 ചെയ്താൽ മതി. 1 സബ്ട്രാക്ടിങ് 2. ഓക്കെ, 1 മൈനസ് 2 ചെയ്താൽ v2 മൈനസ് v2 അവിടെ പോയി കിട്ടും. റെഡി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2v1 മൈനസ് മൈനസ് v1 ഉണ്ടാകും. റൈറ്റ് സൈഡിൽ 2u മൈനസ് u ഉണ്ടായിരിക്കും. സോ വി വിൽ ഗെറ്റ് v1 ഇസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും? u ആണെന്നുള്ള റിലേഷനിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? എത്തുകയാണ്. സോറി, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അതായത് ഇവിടെ പ്ലസ് ആണ് വരിക അല്ലേ? 3v1 ഇസ് ഈക്വൽ ടു u എന്നുള്ള റിലേഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. സോ v1ൻ്റെ ആൻസർ u ഡിവൈഡഡ് ബൈ 3 ആണ്. ആൻഡ് ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ റൂട്ട് ആർ ജിയുടെ ടേംസിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് എങ്ങനെ എഴുതാം? സോ ദെർഫോർ v1 ഇസ് ഈക്വൽ ടു u എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് റൂട്ട് ഓഫ് ആർ ജി ആണ്. സോ റൂട്ട് ഓഫ് ആർ ജി ഡിവൈഡഡ് ബൈ 3. സോ 1/3 ഇൻറ്റു റൂട്ട് ആർ ജി ആണ് ആൻസർ. 1/3 ഇൻറ്റു റൂട്ട് ഓഫ് ആർ ജി. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വർക്ക് എനർജി പവറിലുള്ള എനർജി കൺസർവേഷൻ യൂസ് ചെയ്തു, പിന്നെ കൊളീഷനിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ട് ഈസിലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ നമുക്ക് വായിച്ചു നോക്കാം. 3 ഐഡന്റിക്കൽ spheres of same mass undergo one-dimensional motion as shown in the figure with initial velocities va is equal to 5 meter per second, vb is equal to 2 meter per second, vc is equal to 4 meter per second. If we wait sufficiently long for elastic collision to happen and va then va is equal to 4 meter per second, vb is equal to 2 meter per second and vc will be 5 meter per second. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. വിൽ ബി ദ ഫൈനൽ വെലോസിറ്റീസ്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ അസേർഷൻ ആയിട്ട് പറയുന്നത് 3 ഐഡന്റിക്കൽ സ്ഫിയറുകൾ ഡിഫറെൻറ്റ് സ്പീഡുകളിൽ 1 ഡയമെൻഷനൽ മോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും ബാക്കിലുള്ള ABC എന്നുള്ള ചിത്രം അതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. A മൂവ് ചെയ്തുകൊണ്ടിരുന്നത് 5 സ്പീഡിലാണ്, B മൂവ് ചെയ്തുകൊണ്ടിരുന്നത് 2 സ്പീഡിലാണ്, C മൂവ് ചെയ്തുകൊണ്ടിരുന്നത് 4 സ്പീഡിലാണ്, മീറ്റർ പെർ സെക്കൻഡിലാണ്. ഇവർ ഇനി കൊളൈഡ് ചെയ്യും. ആവശ്യത്തിന് സമയം നമ്മൾ വെയിറ്റ് ചെയ്തു. ശരിയാണ്. അതായത് ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബി ഒരിക്കലും സിനെ ക്യാച്ച് ചെയ്യാൻ പോകുന്നില്ല, കാരണം സ്പീഡ് കുറവാണ്. പക്ഷേ എ ഡെഫിനറ്റ്ലി ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബീനെ ക്യാച്ച് ചെയ്യും, അതിനെ ഹിറ്റ് ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ എ ബീനെ ഹിറ്റ് ചെയ്യുമ്പം ബീൻ്റെ സ്പീഡ് കൂടും. അത് മേ ബി സീനേക്കാൾ ഫാസ്റ്ററായിട്ട് ട്രാവൽ ചെയ്ത് തുടങ്ങിയേക്കാം. അങ്ങനെ വീണ്ടും നമ്മൾ സഫീഷ്യൻ്റ്ലി ലോങ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബി പോയിട്ട് സീനെയും ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കാത്തിരുന്ന് ഇവരുടെ ഫൈനൽ ആഫ്റ്റർ ഇലാസ്റ്റിക് കൊളീഷൻ ഒക്കെ കഴിഞ്ഞ് ഫൈനൽ വെലോസിറ്റീസ് എത്രയാവുന്ന പറഞ്ഞിട്ടുള്ളത്? 4ഉം 2ഉം 5ഉമായി മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 4ഉം 2ഉം 5ഉമായി മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. ഇലാസ്റ്റിക് കൊളീഷൻ, ഇനി റീസൺ കൂടെ വായിച്ച് നോക്കിയിട്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് കടക്കാം. റീസണിൽ പറയുന്നത് എന്താ? റീസണിൽ പറയുന്നത് ഇൻ an elastic collision between identical masses. ഇത് കൊളീഷനിൽ നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഐഡന്റിക്കൽ മാസസിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഇലാസ്റ്റിക് കൊളീഷനിൽ 2 ഒബ്ജക്ട്സ് എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. ഇതാണ്
എന്ത് റീസൺ. ഓക്കെ, ഇൻ ദ ലൈറ്റ് ഓഫ് ദി എബവ് സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ദി കറക്റ്റ് ആൻസർ. അത് അസേർഷൻ റീസണിൽ യൂഷ്വലി വരുന്ന ABCD 4 ഓപ്ഷൻസ് ആണ്. അപ്പോൾ റീസൺ ആക്ച്വലി കറക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. ഇലാസ്റ്റിക് കൊളീഷൻ സെയിം മാസുള്ള ഒബ്ജക്റ്റുകൾക്കിടയിൽ സംഭവിക്കുകയാണെങ്കിൽ ദേ വിൽ എക്സ്ചേഞ്ച് ദ വെലോസിറ്റീസ്. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് പഠിച്ച കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ ആക്ച്വലി എളുപ്പമല്ലേ? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതായത് 5 പോയിട്ട് എ പോയിട്ട് ബീനെ ഹിറ്റ് ചെയ്യുമ്പം ശരിക്കും എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ VA എന്ന് പറയുന്നത് എത്രയാകും? ഇയാളുടെ സ്പീഡ് 2ഉം ഇയാളുടെ സ്പീഡ് 5ഉമായിട്ട് മാറണം അല്ലേ? 5 ഉള്ള ആൾ 2നെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇലാസ്റ്റിക് കൊളീഷൻ ആണ്, സെയിം മാസ് ആണ്, ഇയാളുടെ സ്പീഡ് 5ഉം ഇയാളുടെ സ്പീഡ് 2 ആയിട്ട് മാറും. അപ്പോൾ ബി ഫാസ്റ്ററായി സീനേക്കാൾ. ബി ഒന്നുകൂടെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു, ബി പോയിട്ട് എന്ത് ചെയ്യും? സീനെ ഹിറ്റ് ചെയ്യും. അവിടെയും ഈ എക്സ്ചേഞ്ച് ഓഫ് വെലോസിറ്റി നടക്കും. മനസ്സിലായോ? അപ്പോൾ ഫൈനലി എന്താണ്? ഇത് 5 ആയിട്ട് മാറും, ഇവിടെ 4 ആയിട്ട് മാറും. അപ്പോൾ ശരിക്കും ഫൈനൽ വെലോസിറ്റീസ് ആഫ്റ്റർ ദി ഓൾ കൊളീഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് 2 ആയിട്ടുണ്ടാകും, ബിയുടേത് 4 ആണ് ആവേണ്ടത്, സിയുടേത് 5 ആണ് ആവേണ്ടത്. മനസ്സിലായോ? ഇതിന് വേറെ സൊല്യൂഷനോ ഒന്നും ആവശ്യമില്ല. നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 2, 4, 5 ആണ് ശരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത്. പകരം ഇവിടെ കൊടുത്തിട്ടുള്ളത് 4, 2, 5 ആണ്. 2, 4, 5 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 4, 2, 5 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെന്താണ്? തെറ്റാണ്. അപ്പോൾ അസേർഷൻ ഈസ് റോങ്, അസേർഷൻ ഈസ് ഫോൾസ് ആൻഡ് റീസൺ ഈസ് ട്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ 1 വേണം നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ? ചൂസ് ചെയ്യാൻ. മനസ്സിലായോ? സോ V' ഓഫ് A ഇസ് ഈക്വൽ ടു എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇറ്റ് ഷുഡ് ബി എത്രയായിട്ട് മാറും? 4 മീറ്റർ/സെക്കൻഡ് ആയിട്ട് മാറും. ബിയുടെ ഫൈനൽ സ്പീഡ് എത്രയായിട്ട് മാറിയിട്ടുണ്ടാകും? അല്ലെ, 4 അല്ല 2. 4 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആക്ച്വലി അത് 2 ആയിട്ട് മാറിയിട്ടുണ്ടാകും. അതുപോലെ ബിയുടെ ഫൈനൽ വെലോസിറ്റി 4 മീറ്റർ/സെക്കൻഡ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. സിയുടേത് 5 മീറ്റർ/സെക്കൻഡ് ആയിട്ടാണ്. ശരിക്കും ഇതാണ് അസേർഷനിൽ ഉണ്ടാവേണ്ടിയിരുന്ന വാല്യൂസ്. ഓക്കെ, ഓപ്ഷൻ 1 ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. A uniform circular disk of radius r and mass m is rotating about an axis perpendicular to its plane and passing through its center. A small circular part of radius r/2 is removed from the original disk as shown in the figure. Find the moment of inertia of the remaining part of the original disk about the axis as given above. Already center of mass ന്റെ ഒരു ചോദ്യം ചെയ്തു, അതേ കോൺസെപ്റ്റിൽ തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ വന്നു എന്ന് മാത്രം. ഓക്കെ, വേറെ ട്വിസ്റ്റുകളൊന്നുമില്ല. ഇതിനെ ഞാൻ M1 എന്ന് വിളിക്കുകയാണ്, ഇതിനെ M2 എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം എന്താണ്? I1 + I2 ആയിരിക്കും എന്ത്? ടോട്ടൽ I. നേരത്തെ എന്ത് ലോജിക്കാണോ സെൻറ്റർ ഓഫ് മാസിൽ യൂസ് ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ റിമൈനിങ് ഡിസ്കിൻ്റെത് കണ്ടെത്താൻ ഡയറക്റ്റ് ഇക്വേഷൻ ഒന്നുമില്ല. പകരം എന്ത് ചെയ്യണം? ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ സബ്ട്രാക്ട് ചെയ്താൽ ആ റിമൈനിങ് പോർഷൻ്റെ കിട്ടും. ഇനി നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പ്രൊസീഡ് ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ നമുക്ക് മാസിൻ്റെ റിലേഷൻ വേണം. സോ യു ക്യാൻ സി A1 ഇസ് ഈക്വൽ ടു A1 നമുക്കറിയില്ലല്ലോ, A2 എന്ന് പറയുന്നത് π × r²/4 ആണ്. കാരണം അതിൻ്റെ റേഡിയസ് r/2 ആണ്. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് πr² ആണ്. ശരിയല്ലേ? റൈറ്റ്. അപ്പോൾ ടോട്ടൽ ഏരിയയുടെ 1/4 ഏരിയ അല്ലെ, πr² ആണ് ടോട്ടൽ എന്ത് വരെ ഏരിയ വരിക. π × r/2² ആണ് മുറിച്ചെടുത്തിട്ടുള്ള പാർട്ടിൻ്റെ ഏരിയ വരിക. അപ്പോൾ ടോട്ടൽ ഏരിയയുടെ 1/4 ആണ് ഇവിടെ ഉണ്ടായിരിക്കുക, A2 ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എഴുതാം M2 എന്ന് പറയുന്നത് m/4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3m/4 ആണെന്ന് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ വേണ്ടി പറ്റണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I2 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് പോയിന്റിന് അബൌട്ട് ആയിട്ടാണ് ഇവിടെ റൊട്ടേഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറും. സെൻറ്റർ ഓഫ് മാസിൽ പിന്നെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ശരിക്കും വരുന്നില്ല. ഇവിടെ അബൌട്ട് വിച്ച് ആക്സിസ് ആണെന്നുള്ളത് എപ്പോഴും ആലോചിക്കണം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏത് സിറ്റുവേഷനിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കുമ്പോഴും അബൌട്ട് വിച്ച് ആക്സിസ് ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കണം. ഓക്കെ, അബൌട്ട് ദി ആക്സിസ് ഗിവൺ അബവ്. ഓക്കെ, എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞിട്ടുള്ള എബവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ആക്സിസ് ത്രൂ ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആൻഡ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ. ആ മുകളിൽ പറഞ്ഞിട്ടുള്ള അതേ ആക്സിസിലൂടെ തന്നെ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ പോയിന്റിന് ഞാൻ O എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് I2 കണ്ടുപിടിക്കാം, പിന്നെ I കണ്ടുപിടിക്കാം, അത് സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ I2 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I2 എബൌട്ട് O ആണെന്നുള്ളത് മറന്നു പോകാൻ പാടില്ല. കാരണം ഡിസ്ക് ആയതുകൊണ്ട് mr²/2 എന്ന് എല്ലാവരും പെട്ടെന്ന് എഴുതും. പക്ഷേ ഇവിടെ mr²/2 അല്ല,
ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. ഈ ഒരു കട്ട് ചെയ്തെടുത്ത ഡിസ്കിൻ്റെ സ്വന്തം ആക്സിസിലുള്ളത് mr²/2, അതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് ഇനി വെറീഡ് ആവാനൊന്നുമില്ല. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 3/2 m2 ഇൻറ്റു എത്ര വരും? അതിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ. ഇവിടെ ഒന്നും നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഇവിടെ r² എഴുതി കഴിഞ്ഞാൽ പ്രശ്നമാണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് I2 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് മാസ് എടുക്കേണ്ടത് m2 ആണ്, റേഡിയസ് എടുക്കേണ്ടത് ആ ചെറുതിൻ്റെ റേഡിയസ് ആണ്. ഇതൊക്കെ മാറി എഴുതി കഴിഞ്ഞാൽ 3/2 mr² എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റും. ഓക്കെ, സോ 3/2 ഇൻറ്റു m2 എത്രയാ? m/4 ആണ്. m/4 ഇൻറ്റു r²/4 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് 3mr² ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 ഇൻറ്റു 2 32 എന്ന് വരും. ഇനി I എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻറ്റയർ സർക്കിളിൻ്റെ, ഈ മുഴുവനുള്ള ഈ ഒരു ഡിസ്കിൻ്റെ അതിൻ്റെ സ്വന്തം സെൻറ്ററിലൂടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. ദിസ് വിൽ ബി ഈക്വൽ ടു mr²/2. സോ ദെർഫോർ I1 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് I മൈനസ് I2 ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. mr²/2 നിന്ന് 3mr²/32 നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. സോ I1 ഇസ് ഈക്വൽ ടു എത്ര വരും? LCM എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. LCM എടുത്ത് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 16mr² മൈനസ് 3mr² ഡിവൈഡഡ് ബൈ 32 എന്ന് വരും. റൈറ്റ്? യെസ്. അപ്പോൾ ആൻസർ ഇസ് ഗോയിങ് ടു ബി 13mr² ഡിവൈഡഡ് ബൈ 32 ആണ് ആൻസർ. 13/32 13/32. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന, ആർക്കും ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ, പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് 2 1 kg പാർട്ടിക്കിൾസ് A and B are given by RA is equal to alpha1 t square I cap plus alpha2 t j cap plus alpha3 t k cap and RB is given in terms of beta. Okay, beta1 beta2 beta3 അതിൻ്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി. alpha1ൻ്റെയും alpha2 alpha3ൻ്റെ ഒക്കെ വാല്യൂ തന്നിട്ടുണ്ട്, ബീറ്റകളുടെ വാല്യൂ തന്നിട്ടുണ്ട്. അതിൽ n p എന്ന് പറയുന്ന 2-3 കോൺസ്റ്റൻസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് അറ്റ് t equal to 1 second magnitude of velocity of A is equal to magnitude of velocity of B, and velocity of VA and BB are orthogonal to each other, perpendicular ആണ്. After t equal to 1 second, the magnitude of angular momentum of particle A with respect to the position of particle B is root of L kg meter square second inverse. What is the value of L? ഒരു ലെങ്തി ചോദ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് യെസ് പറയാം, പക്ഷേ ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനേ അല്ല. ഇത്തരം ചോദ്യങ്ങളാണ് നിങ്ങളുടെ എന്ത് ടെസ്റ്റ് ചെയ്യുക? കോൺസെപ്റ്റുകൾ ടെസ്റ്റ് ചെയ്യുക. നമ്മൾ റെഡിമെയ്ഡ് കാര്യങ്ങൾ കാണാതെ പഠിച്ചു വരുന്നതും ക്വസ്റ്റ്യൻ ഇനിയിപ്പോൾ 2-3 സെൻറ്റൻസ് വലുതായാലും അത് ചെയ്യാൻ പറ്റുന്നതും തമ്മിലാണ് കോൺസെപ്റ്റുവൽ ഡെപ്ത് ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഇത് ആക്ച്വലി എളുപ്പമുള്ള ചോദ്യമാണ്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ് വേണ്ടത് ഓഫ് പാർട്ടിക്കിൾ എ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾ ബി. അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് R ക്രോസ് P ആണ്. ജനറലി ഒരു പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ക്രോസ് P ആണ്. അവിടെ നമ്മൾ എടുക്കുന്നത് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതായത് ഒറിജിനിൽ നിന്ന് ഇവിടെയാണ് പാർട്ടിക്കിൾ എന്ന് വിചാരിച്ചോ, ഇതാണ് ഒറിജിൻ. ഓക്കെ, ഇവിടെയാണ് പാർട്ടിക്കിൾ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ R എന്ന് പറഞ്ഞെടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും ഈ പറയുന്ന പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? R എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ എഴുതുന്ന ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ബൈ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് ആ ഒരു പാർട്ടിക്കിൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണോ അത് എയിലാണെങ്കിൽ എ, വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇനി ഇതിന് പകരം വേറൊരു സിറ്റുവേഷൻ വരികയാണ്. അതായത് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ആൻഡ് നമ്മുടെ പാർട്ടിക്കിൾ എ ഇസ് സ്റ്റിൽ ദെയർ ഓർ സംവെയർ എൽസ്. അതിൻ്റെ മൊമെൻറ്റം നമുക്കറിയാം പി ആണ്. സോ ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദി പോയിന്റ് ബി ആണ്. ക്വസ്റ്റ്യനിൽ നിങ്ങൾ ലാസ്റ്റ് സെൻറ്റൻസ് വായിച്ച് നോക്കുക. ആംഗുലാർ മൊമെൻറ്റം ഓഫ് പാർട്ടിക്കിൾ എ വിത്ത് റെസ്പെക്ട് ടു ദി പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾ ബി ആണ്. വിത്ത് റെസ്പെക്ട് ടു ബി എന്നല്ല പറഞ്ഞത്, വിത്ത് റെസ്പെക്ട് ടു ദി പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾ ബി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടി വരിക എന്തായിരിക്കും? ഇവിടെ R എടുക്കുന്ന സമയത്ത് അത് R ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് എടുക്കേണ്ടി വരും. മനസ്സിലായോ? പൊസിഷൻ വെക്ടർ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എടുത്തിട്ട്
മൊമെൻറ്റവുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആംഗുലർ മൊമെൻറ്റം ആൻസറിലേക്ക് എത്തും. അവിടെ അഗെയിൻ വെക്ടേഴ്സിൽ നമുക്കറിയാം പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ വെക്ടേഴ്സിൽ പഠിച്ചതാണ്. ഞാൻ അതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. അത് ബേസിക്കലി എന്താണ്? അത് പൊസിഷൻ വെക്ടർ ഓഫ് എ മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി ആണ്. ആ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ വെക്ടർ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി കിട്ടും. ആ വെക്ടറിനെ മൊമെൻറ്റം കൊണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ആംഗുലർ മൊമെൻറ്റത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ, സോ നമ്മുടെ എൻ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എ എന്താണെന്ന് അറിയണം. ആൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്നതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തത് എപ്പോഴാണ്? അറ്റ് ടി ഈക്വൽ ടു 1 സെക്കൻഡ് ആണ്. അപ്പോൾ ടി ഈക്വൽ ടു 1 സെക്കൻഡ് എന്ന് പറയുന്ന ടൈമിൽ നമുക്ക് പൊസിഷൻ ഓഫ് എ എവിടെയാണെന്ന് അറിയണം, വെക്ടർ ഫോമിൽ തന്നെ കിട്ടണം. ബിയുടെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് വെക്ടർ ഫോമിൽ കിട്ടണം. അതുപോലെ തന്നെ മൊമെൻറ്റം ഓഫ് എയും കിട്ടണം. ഓക്കെ, മൊമെൻറ്റം ഓഫ് എയിൽ ഇവിടെ 1 kg പാർട്ടിക്കിളാണ്, അപ്പോൾ മാസ് അത് 1 തന്നെയാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് വേണ്ടത് വെലോസിറ്റി ഓഫ് എ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നമുക്ക് അറ്റ് ടി ഈക്വൽ ടു 1 അറ്റ് ടി ഈക്വൽ ടു 1 സെക്കൻഡ് നമുക്ക് വേണ്ടത് ആരൊക്കെയാണ്? വെക്ടർ ആർ എ എവിടെയാണെന്ന് അറിയണം, അതുപോലെ ആർ ബി എവിടെയാണെന്ന് അറിയണം, അതുപോലെ വെലോസിറ്റി ഓഫ് എ എത്രയാണ്. ഈ 3 വെക്ടേഴ്സ് ടി ഈക്വൽ ടു 1 എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആർ എ മൈനസ് ആർ ബി ചെയ്യുക, അതിനെ വി എ കൊണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ഗോള്. ഇനി നമുക്കപ്പോൾ ആർ എ ആർ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫങ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആർ എ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇസ് ഈക്വൽ ടു എത്രയാണ്? ആൽഫ 1 ടി സ്ക്വയർ. ഞാൻ വാല്യൂസ് ഇപ്പോഴേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആൽഫ 1ൻ്റെ വാല്യൂ നോക്കിയിട്ട് അത് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ടി സ്ക്വയർ ഐ ക്യാപ്പ് രണ്ടാമത്തത് പ്ലസ് ആൽഫ 2. ആൽഫ 2ൻ്റെ വാല്യൂ എത്രയാണ്? 3n മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 3n എന്ന് എഴുതാം. ഓക്കെ, 3n ആണ്. 3n ഇൻറ്റു ടി ജെ ക്യാപ്പ് ആണ്. സോ പ്ലസ് 3n ഇൻറ്റു ടി ജെ ക്യാപ്പ് ആണ്. ഇവിടെ ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ തന്നെ കംപ്ലീറ്റ് ആൻസർ തെറ്റും. ആൽഫ 3 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ആൽഫ 3 ഇൻറ്റു ടി ആണ്. സോ 2t കെ ക്യാപ്പ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആർ എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് അറ്റ് ടി ഈക്വൽ ടു 1 സെക്കൻഡ് ഞാൻ ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർ എ അറ്റ് ടി ഈക്വൽ ടു 1 നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ കിട്ടാൻ പോകുന്നത്? ഐ പ്ലസ് 3n ജെ ക്യാപ്പ് പ്ലസ് 2 കെ ക്യാപ്പ് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു പണി തീർന്നിട്ടോ. ഓക്കെ, ഒരു വെക്ടറായി. സംഭവം സിമ്പിൾ അല്ലേ? ഒരു വെക്ടർ ആയിട്ടുണ്ട്, ആർ എ കിട്ടി. ഇനി ആർ ബി. ഇനി ഞാൻ എന്തിലേക്ക് പോവാണ്? ആർ ബിയിലേക്ക് പോവാണ്. പക്ഷേ അത് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3n എന്ന് പറയുന്നതിൽ n ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്കതപ്പോൾ നമ്മുടെ ആൻസർ ഒരു ന്യൂമറിക്കലായിട്ട് മാറണം. അപ്പോൾ ഈ എന്നും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആൻസറിൽ ഉണ്ടാകാൻ പാടില്ല. നോക്കാം, നമുക്ക് പ്രൊസീഡ് ചെയ്യാം, ബാക്കി കൂടെ ചെയ്ത് നോക്കാം. ആർ ബി, ആർ ബിയുടെ റിലേഷൻ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ബീറ്റ 1, ബീറ്റ 1ൻ്റെ വാല്യൂ നോക്കാം. ബീറ്റ 1ൻ്റെ വാല്യൂ 2 ആണ്. സോ 2t ഇൻറ്റു ഐ ക്യാപ്പ്. രണ്ടാമത്തെ ടേം എന്താ? ബീറ്റ 2 ഇൻറ്റു ടി സ്ക്വയർ ആണ്. ബീറ്റ 2 -1 ആണ് കേട്ടോ. ഓക്കെ, യെസ്. സോ -1 ഇൻറ്റു ടി സ്ക്വയർ ജെ ക്യാപ്പ് ആണ്. ആൻഡ് മൂന്നാമത്തെ ടേം ബീറ്റ 3. ബീറ്റ 3 എന്ന് പറയുന്നത് 4p ആണ്. 4p ഇൻറ്റു ടി പ്ലസ് 4p ഇൻറ്റു ടി കെ ക്യാപ്പ് ആണ്. ഇവിടെ ഞാൻ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഇവിടെ ഞാൻ ടൈമിൻ്റെ വാല്യൂ കൊടുക്കുന്നു. ടി ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ 2 ഐ ക്യാപ്പ് മൈനസ് 1 ജെ ക്യാപ്പ്. എന്തിന്? ജെ ക്യാപ്പ് ഇതിന് എഴുതാം. പ്ലസ് 4p കെ ക്യാപ്പ് എന്നുള്ള റിസൾട്ട് വരും. അപ്പോൾ നമുക്ക് വെക്ടർ പൊസിഷൻ വെക്ടർ ഓഫ് എയും കിട്ടി, പൊസിഷൻ വെക്ടർ ഓഫ് ബിയും കിട്ടി അറ്റ് ടൈം ഈക്വൽ ടു 1 സെക്കൻഡ്. ഇനി എന്താ വേണ്ടത്? പക്ഷെ അതിൽ പിയും എന്നും ഉണ്ട് എന്നുള്ളതൊരു സങ്കടകരമായ കാര്യമാണ്. ലെറ്റ് ഇറ്റ് ബി ദർ, അതവിടെ നിൽക്കട്ടെ. നമുക്കിനി വേണ്ടത് അടുത്തത് വി എനെയാണ് വേണ്ടത്. ശ്രദ്ധിക്കണേ, അടുത്തത് വി എനെ. പൊസിഷൻ വെക്ടറിൽ നിന്നും വെലോസിറ്റി വെക്ടറിലേക്ക് എത്താൻ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഡിഫറൻസിയേഷൻ ആണ് ചെയ്യേണ്ടത്. സോ വെലോസിറ്റി വെക്ടർ ഓഫ് എ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ടി സ്ക്വയർ ഇൻറ്റു ഐ ക്യാപ്പിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2t ഐ ക്യാപ്പ് എന്ന് വരും. അതുപോലെ തന്നെ 3n ഇൻറ്റു ടി ജെ ക്യാപ്പിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 3n ഇൻറ്റു ജെ ക്യാപ്പ് എന്ന് വരും. അതുപോലെ തന്നെ 2t ഇൻറ്റു കെ ക്യാപ്പാണ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 2 കെ ക്യാപ്പ് എന്ന് വരും. ഇനി വി എ കിട്ടാൻ ഇവിടെയും എന്നും വന്നു, ഇവിടെയും പ്രശ്നമാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇനി ഒരുപാട് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ക്വസ്റ്റ്യൻ നോക്കണം. വേർ n and p are constants at t equal to 1 seconds, magnitude of VA is equal to magnitude of VB and VA and VB are perpendicular. ആ ഇൻഫർമേഷൻ, ആ ഒരു സെൻറ്റൻസ് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്ക് എന്നും പിയും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻ ആണ്, ഇക്വേഷൻസ് ആണത്. മനസ്സിലായോ? അത് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ ആരും വേണം? വി ബിയും വേണം എന്ന് ചുരുക്കം. ഓക്കെ, സോ വി ബിനും കൂടെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. സോ വി ബി ഇസ് ഈക്വൽ ടു
വി ബി ഇസ് ഈക്വൽ ടു എത്ര വരും? ഡി ബൈ ഡി ടി ഓഫ് ആർ ബി എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ബി നോക്കുക, അതിനെ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2i ക്യാപ് ഓക്കെ മൈനസ് 2t ജെ ക്യാപ് ഓക്കെ പ്ലസ് 4p കെ ക്യാപ്പ് എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ടി ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വി എ വി ബി ഒക്കെ എന്തായിട്ട് മാറും എന്ന് ചോദിച്ചാൽ, ടി ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി എ എന്ന് പറയുന്നത് 2i പ്ലസ് 3nj, അവിടെ ടൈം വരുന്നില്ല, പ്ലസ് 2k ആണ്. വി ബി എന്തായിട്ട് മാറും എന്ന് ചോദിച്ചാൽ യു ഹാവ് 2i മൈനസ് 2j പ്ലസ് 4pk ആയിട്ട് മാറും. ഇതാണ് വി എ ആൻഡ് വി ബി. നമുക്ക് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. അതിലെ ഒന്നാമത്തെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി സ്പീഡ് ഓഫ് എ എന്തിനോട് ഈക്വൽ ആണ്? സ്പീഡ് ഓഫ് ബിനോട് ഈക്വൽ ആണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്തു നോക്കാം അല്ലെ. വി എൻ്റെ വി ബിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണ്. അറ്റ് ടൈം ഈക്വൽ ടു 1 കേട്ടോ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി ഹാവ് 4 പ്ലസ് 9n സ്ക്വയർ പ്ലസ് 4 ഇസ് ഈക്വൽ ടു 4 പ്ലസ് 4 പ്ലസ് 16p സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ രണ്ടും ഞാൻ ഇക്വേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് പറയേണ്ട, ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. രണ്ട് ഭാഗത്തും 4കളൊക്കെ ഉണ്ട്, അതൊക്കെ ക്യാൻസലായി പോയി. 9n സ്ക്വയർ ഈക്വൽ ടു 16p സ്ക്വയർ. വേറൊരു ക്വസ്റ്റ്യനും ഇതേപോലത്തെ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് നമ്മൾ ഇനി സ്ക്വയർ റൂട്ട് എടുക്കണം. സോ യു ഹാവ് 3n ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4p ആണ്. ഞാൻ അവിടെ റിമൈൻഡ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണത്, അത് വിട്ടു പോകരുത്. സോ യു ഹാവ് 3n. സോ n ഇസ് ഈക്വൽ ടു ഒന്നുകിൽ 4p/3 ആണ്, ഓർ n ഇസ് ഈക്വൽ ടു മൈനസ് 4p/3 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്നിൻ്റെയും പിൻ്റെയും ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്താ യൂസ് ചെയ്തത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണെന്ന് പറയുന്ന ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ഇനി ഒരു കാര്യം കൂടെ ഉപയോഗിക്കാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, അതെന്താണ്? അത് പെർപെൻഡിക്കുലർ ആണെന്നുള്ള ഇൻഫർമേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഗിവൺ വി എ ഡോട്ട് വി ബി ഈക്വൽ ടു 0 അറ്റ് ടി ഈക്വൽ ടു 1. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഓർത്തോഗണൽ ആണെന്നുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ഡോട്ട് എടുത്ത് നോക്കാം. ഇതാണ് വെക്റ്റേഴ്സ്. സോ ഇത് ഡോട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, 2i ആൻഡ് 2i ഡോട്ട് 2i, അത് 4 അല്ലേ വരിക. സോ ദാറ്റ്സ് 4. അടുത്തത് 3n ഡോട്ട് 3n ജെ ക്യാപ് ഡോട്ട് മൈനസ് 2 ജെ ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 6n എന്ന് വരും. 2k ക്യാപ്പും 4p k ക്യാപ്പും കൊണ്ട് ഡോട്ട് എടുത്ത് കഴിഞ്ഞാൽ പ്ലസ് 8p വരും. ദിസ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിന് ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4p മൈനസ് 3n പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള n ഈക്വൽ ടു 4p/3 നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് റോങ് ആയിട്ടുള്ള ആൻസറാണ് കിട്ടുക. മാത്തമാറ്റിക്കലി അത് റോങ് ആണ്. സോ ദെർഫോർ 4p മൈനസ് 3 ഇൻറ്റു എന്നിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് 4p/3 ആണ് കൊടുക്കേണ്ടത്. മൈനസ് 4p/3 ആണ് കൊടുക്കേണ്ടത്. പ്ലസ് 2 ഈക്വൽ ടു 0. അതായത് 4p പ്ലസ് 4p ഇസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് വരും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ p ഈക്വൽ ടു എത്ര വരാൻ പോകുന്നത്? മൈനസ് 2/8 അഥവാ മൈനസ് 1/4 എന്ന് വരും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? പിൻ്റെ വാല്യൂ കിട്ടിയാൽ എന്നിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. സോ n ഇസ് ഈക്വൽ ടു മൈനസ് 4/3 ഇൻറ്റു മൈനസ് 1/4 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എന്നിൻ്റെയും പിയുടെയും വാല്യൂസ് കിട്ടി. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ വെക്റ്റേഴ്സും നമ്മുടെ കയ്യിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഓരോ വെക്റ്റേഴ്സിനെയും ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാൻ പോവുകയാണ്. ഒന്നാമത്തത് പൊസിഷൻ വെക്റ്റർ ഓഫ് എ അറ്റ് ടി ഈക്വൽ ടു 1 സെക്കൻഡ്. അതെത്രയാണ്? അതിതാ ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1/3 ആണ്. 1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നടുക്കുള്ള സംഭവം എന്താ? ജസ്റ്റ് ജെ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ i പ്ലസ് ജെ പ്ലസ് 2k എന്ന് വരും. i പ്ലസ് ജെ പ്ലസ് 2k ക്യാപ്പ് എന്ന് വരും. ഇനി പൊസിഷൻ വെക്ടർ ഓഫ് ബി അറ്റ് ടി ഈക്വൽ ടു 1 സെക്കൻഡ് നിങ്ങൾ ചെയ്തു നോക്കുക. അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടേക്ക് അഗൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതാ 2i മൈനസ് ജെ പ്ലസ് 4p. പിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് 1/4 കൊടുക്കണം. അപ്പോൾ 2i മൈനസ് ജെ. ഓക്കെ, സോ 2i മൈനസ് ജെ ആൻഡ് പിക്ക് പകരം മൈനസ് 1/4 കൊടുക്കണം. മൈനസ് 1/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് കെ ക്യാപ്പ് എന്ന് കിട്ടും. ഓക്കെ, 4ൻ്റെ അവിടെ മൈനസ് 1/4 വരും. സോ ദിസ് ഇസ് മൈനസ് കെ ക്യാപ്പ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ എ
മൈനസ് ആർ ബി നമുക്ക് വേണ്ടേ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ, ആംഗുലാർ മൊമെന്റത്തിന് ആർ എ മൈനസ് ആർ ബി വേണം. അത് ചെയ്യുന്ന സമയത്ത് യു ഹാവ് മൈനസ് ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ് എന്ന് വരും. ഈ രണ്ട് വെക്ടറുകളും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വി എ, ഓക്കെ, എം ഇൻറ്റു വി എ എന്ന് പറയുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് വി എ തന്നെയാണ്. സോ വി എയുടെ വെക്ടർ ഫോം നമ്മുടെ കയ്യിലുണ്ട്. എവിടെയായിരുന്നു വി എൻ്റെ വെക്ടർ ഫോം? ഇത് അവിടെ ഉണ്ട്. 2i പ്ലസ് 3n പ്ലസ് 2k. ഓക്കെ, അതിൽ എന്നിന് പകരം 1/3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2i പ്ലസ് ജെ പ്ലസ് 2k എന്ന് വരും. 2i പ്ലസ് ജെ പ്ലസ് 2k, ശരിയല്ലേ? 2i പ്ലസ് 2k എന്ന് വരും. ഇതാണ് എല്ലാ വെക്ടറുകളും ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പോവുകയാണ്. സോ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർ എ വിത്ത് റെസ്പെക്ട് ടു ബി ക്രോസ് പി ആണ്. അപ്പോൾ ഞാനിവിടെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ മെട്രിക്സ് ഇതാ വരക്കുന്നു. ഐ ജെ കെ. അതിൽ ആദ്യം ആർ എ മൈനസ് ആർ ബി ഇട്ട് കൊടുക്കുന്നു. അവിടെ -1 2 3, പിന്നെ മൊമെൻറ്റത്തിൻ്റെ ഇട്ട് കൊടുക്കുന്നു. സോ യു ഹാവ് 2 1 2. ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റിലേക്ക് ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും സമയം നമ്മൾ ഇൻ ബിറ്റ്വീനിൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. എന്നാലും നമുക്ക് ആൻസറിലേക്ക് എന്ത് ചെയ്യാം, എത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, യെസ്, ഇതൊന്ന് ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. എത്രയാണ് വരാൻ പോകുന്നത്? ഐനെ വെച്ച് നോക്കുന്ന സമയത്ത് 2 × 2 4 ആണ്. 4 - 3 1, അപ്പോൾ അത് ഐ തന്നെ വരും. ഓക്കെ, നെക്സ്റ്റ് മൈനസ് ജെൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ -2 -6 അല്ലേ? -2 -6, അത് -8 വരും. -8 + 8j എന്ന് വരും. അടുത്തത് കെൻ്റെ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ -1 -4 -5 എന്ന് വരും. -5k ക്യാപ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വെക്റ്റർ ഫോമിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് ചോദിച്ചാൽ നമുക്ക് അത് ആൻസർ ചെയ്യാം. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് മാഗ്നിറ്റ്യൂഡാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √1² + 8² + 5² ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 + 64 + 25 ആണ്. ആൻഡ് ദി ആൻസർ ഈസ് ഗോയിങ് ടു ബി എത്ര വരും? 90 എന്ന് വരും. ഓക്കെ, സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് √L ആണ്. സോ ദ വാല്യൂ ഓഫ് L ഈസ് ഈക്വൽ ടു, സോ ദർഫോർ ആൻസർ ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. ആൻസർ ഇസ് 90. √L ആണ് നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടുക. ആ റൂട്ടിൻ്റെ ഉള്ളിലുള്ള നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചത്. ആൻസർ ഇസ് 90 ആണ് ആൻസർ. അപ്പോൾ ലെങ്തി ചോദ്യമാണ്, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. പക്ഷെ ഒരിക്കലും ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ല, ഈസിലി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഒരു ഏരിയ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം. ഇതറിയാതെ നമ്മൾ ഇനീഷ്യലി എന്ത് ആംഗുലർ മൊമെൻറ്റം ആണ് ഈ ചോദിച്ചത് എന്നുള്ളത് ആ പാർട്ടിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ആൻസറിലേക്ക് എത്താൻ കഴിയില്ല. ഇനി അഥവാ അത് പാർട്ടിൽ തന്നെ ഫസ്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ ആ പാർട്ടിൽ സ്റ്റക്കായാൽ വേഗം മൂവ് ഓൺ ചെയ്യുക. വേറെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ടോർക്ക് ഡ്യൂ ടു ദ ഫോഴ്സ് ബിറ്റ്വീൻ. ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആക്ച്വലി 22 ഷിഫ്റ്റ് 1-ൽ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ടോർക്ക് due to the force 2i plus j plus 2k about the origin acting on a particle whose position vector is i plus j plus k would be. ഒരു ട്വിസ്റ്റുകളില്ലാതെ നേരെ നമ്മളോട് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതെല്ലാം പല ഷിഫ്റ്റുകളിലായിട്ട് ആക്ച്വലി വരും. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സിമ്പിൾ ചോദ്യമാണ്. സോ ദിസ് ഇസ്, നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. ഐ ജെ കെ പൊസിഷൻ വെക്ടർ അബൌട്ട് ദി ഒറിജിൻ. അബൌട്ട് ഒറിജിൻ തന്നെയാണ് നമുക്ക് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും. അത് തന്നെയാണ് പൊസിഷൻ വെക്ടർ ആയിട്ട് തന്നിട്ടുള്ളതും. സോ 1 1 1, അതുപോലെ തന്നെ 2 1 2. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആൻസറിലേക്ക് ഈസിലി എത്താവുന്നതേ ഉള്ളൂ. ഐൻ്റെ കോമ്പോണൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 - 1, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ക്യാപ്. ഇനി ജെയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 - 2 0 ആണ് വരിക, പ്ലസ് 0j ക്യാപ്. ഓക്കെ, ഇനി കെൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 - 2 - k ക്യാപ്. സോ വളരെ പെട്ടെന്ന് I - k ക്യാപ് എന്നുള്ള ആൻസർ കിട്ടും. ഓപ്ഷൻ 1 ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് എടുത്തു, ഇത് ഒരു 30 സെക്കൻഡ് കൊണ്ട്, മേ ബി 20 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റിലേക്ക് പോകാം. A solid sphere of mass m and radius r is allowed to roll without slipping from the highest point on an inclined plane of length L and makes an angle 30 degrees with the horizontal. The speed of the particle at the bottom of the plane is v1. If the angle of inclination is increased to 45 degrees while keeping L constant, then the new speed of the sphere at the bottom of the plane is v2. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്കറിയാം റൊട്ടേഷനിൽ യൂഷ്വലി കുട്ടികൾ ഒരുപാട് ഏരിയാസ് സ്കിപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിങ്ങും എസ്പെഷ്യലി റോളിംഗ് ഡൗൺ ഇൻ ഇൻക്ലൈൻഡ് പ്ലെയിനൊക്കെ കുട്ടികൾ അങ്ങ് മറന്ന് കളയാറാണ് എക്സാമിന് പോകുന്ന സമയത്ത്, JEE എക്സാമിനൊക്കെ. പക്ഷേ അതിൽ നിന്നൊക്കെ എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഒരു മൊത്തം റൊട്ടേഷനിലെ ക്വസ്റ്റ്യൻസിൽ എൻ്റെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻസിൽ ഒന്ന് ഇതാണ്. ഇത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടല്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെന്ന് കാണുമ്പോൾ തന്നെ ഇത് സ്കിപ്പ് ചെയ്ത് പോകും. പക്ഷേ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. നിങ്ങൾ പഠിച്ച ആളുകളാണോ അല്ല തട്ടിക്കൂട്ടി വന്നവരാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻസിലാണ്. നിങ്ങൾ റോളിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഒക്കെ സ്കിപ്പ് ചെയ്ത് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. പക്ഷെ അത് പഠിച്ചൊരാൾ ഇതൊന്ന് വായിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലാകും ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണല്ലോ, ഇൻക്ലൈൻഡ് പ്ലെയിൻ വരക്കാം. അപ്പോൾ ഞാനിതാ ഇൻക്ലൈൻഡ് പ്ലെയിൻ വരക്കുന്നുണ്ട്. ഓക്കെ, 30 ഡിഗ്രിയാണ് ആദ്യത്തേത്. 30 ഡിഗ്രിയുള്ള ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഉരുട്ടി വിടാൻ ശ്രമിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. ഓക്കെ, റോളിംഗ് ഡൗൺ ഒരു സ്ഫിയർ ആണ്, മാസ് m കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അഗൈൻ ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ തന്നെ നമ്മൾ ആംഗിൾ എന്ത് ചെയ്യുന്നു, ആംഗിൾ നമ്മൾ 45 ഡിഗ്രി ആക്കിയിട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് സെക്കൻഡ് സിറ്റുവേഷൻ. ഓക്കെ, ഇതാണ് സെക്കൻഡ് സിറ്റുവേഷൻ. അപ്പോൾ ആംഗിൾ നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നു, വലുതാക്കുന്നു എന്നുള്ളൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. സോ ഹിയർ ദി ആംഗിൾ ഇസ് 45 ഡിഗ്രി. ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഇങ്ങോട്ടേക്ക് റോൾ ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇനി ചോദ്യം എന്താണെന്ന് നോക്കാം. ഇങ്ങനെ റോൾ ചെയ്ത് വരുന്ന സമയത്ത് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദ ബോട്ടം ഓഫ് ദ പ്ലെയിൻ ഇസ് v1. If the angle of inclination is increased to 45 degree while keeping L constant, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത് ആണ്. ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ലെങ്ത്തിനെയാണ് ഇവർ L കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ലെങ്ത്തിനെയാണ് L കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് സെയിം ആക്കി വെച്ചുകൊണ്ട് ഇൻക്ലിനേഷൻ ഇൻക്രീസ് ചെയ്താൽ താഴെ എത്തുമ്പോഴുള്ള സ്പീഡ് കൂടും. ദ ന്യൂ സ്പീഡ് ഇസ് v2. v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ എന്താണെന്നാണ് ചോദ്യം. ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റോളിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മൾ ആക്സിലറേഷൻ പഠിച്ചിട്ടുണ്ട്, ടൈം ടേക്കൺ പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റി അറ്റ് ദ ബോട്ടം പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ ആണ്. എക്സാക്ട്ലി നമ്മൾ ബോട്ടം പോയിന്റിൽ എത്തുന്ന സമയത്തുള്ള ഈ സ്ഫിയറിൻ്റെ സ്പീഡ് എത്രയാണെന്നുള്ളത് v1 v2 എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല, v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ ആണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പം റൊട്ടേഷനിലെ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിങ്ങിൻ്റെയോ അല്ലെങ്കിൽ റോളിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഒന്ന് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും ഈ താഴെ എത്തുന്ന സ്പീഡ് അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? അൾട്ടിമേറ്റ്ലി താഴെ എത്തുമ്പോഴുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചിനല്ലേ, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. h1 എന്ന് പറയുന്ന സ്പീഡ് ഇവിടെ h2 എന്ന് പറയുന്ന ഹൈറ്റ് ആണ്. ഓക്കെ, h1 എന്ന് പറയുന്ന ഹൈറ്റ്. അപ്പോൾ h1 എന്ന് പറയുന്ന ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഒരാൾ വീണു, v1 സ്പീഡിൽ താഴെ എത്തി. h2 എന്ന് പറയുന്ന ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീണു, v2 സ്പീഡിൽ താഴെ എത്തി. v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മേ ബി വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ JEE മെയിൻ 2025 എന്ന് നമുക്ക് പറയാം. ഞാൻ പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഫസ്റ്റ് സിറ്റുവേഷനിൽ പറയാം mgh1 ആയിരിക്കും എന്ത് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി ഒബ്ജക്റ്റ് KE1 എന്ന് പറയാം. അടുത്ത കേസിൽ ഹൈറ്റ് ആണ് മാറിയത്, ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഡിസ്റ്റൻസ് മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ L എന്ന് പറയുന്ന ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ലെങ്ത്തിനെ വെച്ചിട്ട് ഈ ഹൈറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിഗണോമെട്രി യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ mgh2 ഇസ് ഈക്വൽ ടു സെക്കൻഡ് കേസിലുള്ള കൈനറ്റിക് എനർജി ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി. അപ്പം കൈനറ്റിക് എനർജി എന്ന് എഴുതുമ്പോൾ തന്നെ അവിടെ v1 സ്ക്വയർ v2 സ്ക്വയർ എന്തായാലും ഉണ്ടാകും. മനസ്സിലായോ? അണ്ടർസ്റ്റുഡ്. സോ KE1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ഇനി എങ്ങനെ എഴുതും? അതിന് നമുക്ക് റൊട്ടേഷനിൽ നമ്മൾ പഠിച്ച ബേസിക്സ് നമുക്കറിയാം. അതായത് രണ്ട് എനർജി ഉണ്ടാകും, ട്രാൻസ്ലേഷനിലും ഉണ്ടാകും, റൊട്ടേഷനിലും ഉണ്ടാകും. ഹാഫ് v1 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് k സ്ക്വയർ ബൈ r സ്ക്വയർ ഉണ്ടാകും. അതുപോലെ തന്നെ KE2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് v2 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് k സ്ക്വയർ ബൈ r സ്ക്വയർ ആണ്. ഈ k സ്ക്വയർ ബൈ r സ്ക്വയറിലൊന്നും മാറ്റമൊന്നുമില്ല, അതൊക്കെ സെയിം തന്നെയാണ്. ആകെ ആ ആംഗിൾ മാത്രമേ മാറുന്നുള്ളൂ, മാസ് മാറുന്നില്ല, ഒന്നും മാറുന്നില്ല. അണ്ടർസ്റ്റുഡ്? സോ KE1 ബൈ KE2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഹാഫും എമ്മും ഈ ബ്രാക്കറ്റിലുള്ളതൊക്കെ കട്ട് ചെയ്ത് പോകാനുള്ളതാണ്. ബേസിക്കലി ഇതെന്താണ്? ഇത് v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ ആണ്. ഇത് എന്തിനോട് ഈക്വൽ ആണ്?
ഇതാണ് നമ്മളിവിടെ തൊട്ട് മുന്നേ എഴുതിയത് mgh1 ഡിവൈഡ് ബൈ mgh2 ആണ്. അത് ഡിവൈഡ് ചെയ്താൽ h1/h2 മാത്രമാണ് അവിടെ ഉണ്ടാവുക. സോ ദിസ് ഇസ് h1/h2. ഇനി h1ഉം h2ഉം നിങ്ങൾക്ക് ഇതൊരു സിമ്പിൾ ഹൈപ്പോട്ടന്യൂസ് ആണ്. എൽ സൈൻ തീറ്റയാണ് ഇതിൻ്റെ ഹൈറ്റ്. അത് നിങ്ങൾ 10th ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെയും അതെ, എൽ സൈൻ തീറ്റയാണ് ഈ ഡിസ്റ്റൻസ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എൽ സൈൻ 45 ഡിഗ്രി. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു എൽ സൈൻ 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പോവുകയാണ്. എൽ സൈൻ 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ എൽ സൈൻ 45 ഡിഗ്രി എന്ന് വരും. സോ v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2 ഡിവൈഡഡ് ബൈ 1/√2. അതായത് √2/2, അതായത് 1/√2. ഇതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ ആൻസർ. 1/√2 ഉണ്ടോ? ഉണ്ട്. യെസ്, ഓപ്ഷൻ 1 ആണ് ആൻസർ. അപ്പോൾ ഇത്രയും എളുപ്പമുള്ള ചോദ്യമാണ്. പക്ഷെ അത് വായിക്കാനുള്ള ധൈര്യം വേണം, തുടങ്ങാനുള്ള ധൈര്യം വേണം. തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് വെറും പൊട്ടൻഷ്യൽ എനർജിയുടെ റേഷ്യോ എടുക്കലാണ്, അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടുന്നുള്ളത്, അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ച മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ആണ്. ട്രിഗണോമെട്രിയിലുള്ള ഈ റേഷ്യോ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആൻസർ ഇസ് ഓപ്ഷൻ 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A circular disc of radius r meter and mass m kilogram is rotating around the axis perpendicular to the disc. An external torque is applied to the disc such that theta t is equal to 5t square minus 8t, where theta t is the angular position of the rotating disc as a function of time. How much power is delivered by the applied torque? അപ്പോൾ പവർ ആണ് ചോദ്യം. അപ്പോൾ എപ്പോഴും നമുക്ക് പവർ ഡയറക്റ്റ് ആയിട്ട് റൊട്ടേഷനിലെ പവറിൻ്റെ ഇക്വേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈം ഉണ്ട്. അത് ജനറലി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ്. അത് കൂടാതെ നമ്മൾ വർക്ക് എനർജി പവറിൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി പഠിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോ ഇൻറ്റു ഒമേഗ ചെയ്യാം. ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. കാരണം ടോർക്ക് എന്നൊക്കെ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീറ്റ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടോ ഇൻറ്റു ഒമേഗയാണ് ചെയ്യേണ്ടത്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു തന്നിട്ടില്ല, പകരം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. കാരണം ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് d/dt ഓഫ് തീറ്റ ടി ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആംഗുലാർ വെലോസിറ്റി കിട്ടും. അപ്പോൾ അത് 5t സ്ക്വയർ d/dt ഓഫ് 5t സ്ക്വയർ മൈനസ് 8t ആണ്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10t മൈനസ് 8 എന്ന് വരും. ഇതാണ് ഒമേഗ. ഇനി ടൈം അവിടെ ഉണ്ട്. ആൻഡ് നമുക്ക് വേണ്ടത് എപ്പോൾ ഉള്ള ഒമേഗയാണ്? വെൻ t ഈക്വൽ ടു 2 seconds. സോ at t equal to 2 seconds, ഒമേഗ is equal to എത്രയാണ് വരിക? 10 into 2 minus 8, 12 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. തീർന്നില്ലല്ലോ, ടോയും കൂടെ വേണം. ടോ കിട്ടാൻ എന്ത് ചെയ്യും? ടോ കിട്ടാൻ നമുക്ക് ഇവിടെ എന്താ യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ r×f ഒന്നും ഇവിടെ ഇല്ല. പകരം ഒമേഗയും മറ്റുമൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ടോൻ്റെ ഇക്വേഷൻ എന്താക്കിയിട്ട് എടുക്കണം? I∝ ആയിട്ട് എടുക്കണം. കാരണം ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ? mr സ്ക്വയർ എന്നാണ്. അപ്പോൾ എന്തായാലും I എടുക്കണം നമ്മൾ. ഇതൊരു സർക്കുലർ ഡിസ്ക് ആണ്. അത് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ക് തന്നെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ mr²/2 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് mr²/2 ഇൻറ്റു ആൽഫ. പക്ഷെ അവിടെയാണ് നമുക്ക് ആൽഫ ഇല്ല. പക്ഷെ ഒമേഗ വരെ നമ്മൾ എത്തിയില്ലേ? ഒമേഗയുടെ റിലേഷൻ എന്താ? 10t മൈനസ് 8 ആണ്. ഓക്കെ, ഒമേഗ 10t മൈനസ് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ d omega/dt ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ 10 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോ നമുക്ക് കിട്ടി mr²/2 ഇൻറ്റു 10. ഓക്കെ, mr²/2 ഇൻറ്റു 10 ആണ്. സോ ഫൈനലി പവർ ഡെലിവേർഡ് ഇസ് ഈക്വൽ ടു I∝ ഇൻറ്റു ഒമേഗയാണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ടോ ഇൻറ്റു ഒമേഗയാണ്. സോ ദാറ്റ്സ് mr²/2 ഇൻറ്റു 10 ഇൻറ്റു 12 ആണ്. So you can divide like this and the answer is going to be 60 mr² ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. 60 mr² ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒറ്റയ്ക്ക് വായിച്ച് ട്രൈ ചെയ്തിട്ട് വേണം നമ്മുടെ സൊല്യൂഷൻസിലേക്ക് എത്താൻ. അല്ലാതെ ആദ്യമേ എന്ത് ചെയ്യാൻ പാടില്ല? സൊല്യൂഷൻ നോക്കാൻ പാടില്ല. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എ യൂണിഫോം സിലിണ്ടർ ഓഫ് മാസ് m and radius r rolls along an inclined rough plane of inclination 45 degree. If it starts to roll from rest from the top of the plane, then the linear acceleration of the cylinder's axis will be. Again, rolling down an inclined plane പോലത്തെ ചോദ്യമാണ്. A uniform solid cylinder of mass m. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്.
ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 ഡിഗ്രിയാണ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. റോളിംഗ് ഡൗൺ ഇൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഇറ്റ് ഈസ് എ സോളിഡ് സിലിണ്ടർ ആണ്. ഇറ്റ് ഈസ് എ സോളിഡ് സിലിണ്ടർ, മാസ് എം ഉണ്ട്. Rough inclined, it starts to roll from rest from the top of the plane, then the linear acceleration of the cylinder's axis will be. ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൻ്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും? സാധാരണ ലോസ് ഓഫ് മോഷനിൽ ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ, ലീനിയർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ജി സൈൻ തീറ്റയാണ്. ഇതിൻ്റെ ലീനിയർ ആക്സിലറേഷൻ സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മൾ റൊട്ടേഷനിൽ റോളിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ കൂടെ പഠിക്കുന്നതാണ്. ഇറ്റ് ഇസ് ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അറിയുന്ന കുട്ടികൾ ഇത് 5 സെക്കൻഡ് 10 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യും. ബാക്കിയുള്ള ആളുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ, ജി സൈൻ 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കിനെ പോലെ തന്നെയാണ്. അതിൻ്റെ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ 1/2 ആണ്. അതൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. നിർബന്ധമായിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ് ആണത്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1/√2 ഡിവൈഡഡ് ബൈ 3/2. അപ്പോൾ അതിൽ ആ √2ഉം ഈ 2ഉം കൂടെ ഞാൻ ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒരു √2 വരും. സോ ആൻസർ ഈസ് ഗോയിങ് ടു ബി g√2/3. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. √2 ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ 3, അതായത് ഓപ്ഷൻ 3 ആണെന്ന് കാണാൻ പറ്റും. അപ്പം ആ ആക്സിലറേഷൻ ഇൻ ദിസ് പ്ലെയിൻ, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളുടെ ആക്സിലറേഷൻ, നെറ്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്നുള്ള അറിയുന്ന ഒരാൾക്ക് ഇത് വിത്തിൻ ഫ്യൂ സ്റ്റെപ്സ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്തത്, an object of mass m is projected from origin in a vertical xy plane at an angle 45 degree with the x-axis with an initial velocity of v0. The magnitude and direction of angular momentum of the object with respect to the origin when it reaches the maximum height will be. ഇത് നമ്മൾ യൂഷ്വലി ക്ലാസ്സിൽ തന്നെ പഠിക്കുമ്പം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒറിജിനിൽ നിന്നാണ് പ്രൊജക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, യൂഷ്വലി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ഇതിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം ഹൊറിസോണ്ടൽ സ്പീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യം ഉണ്ടായിരുന്നത് ഇൻറ്റു കോസ് ഏത് ആംഗിളിലാണ്? 45 ഡിഗ്രിയിലാണ്. ഓക്കെ, 45 ഡിഗ്രിയിലാണ്. അപ്പോൾ 45 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഹൊറിസോണ്ടൽ സ്പീഡ് മാത്രമേ ടോപ്പ് പോയിന്റ് ഉണ്ടാവുള്ളൂ. ഇനി ആംഗുലാർ മൊമെൻറ്റം ആണല്ലോ വേണ്ടത്. ആംഗുലാർ മൊമെൻറ്റം ഇൻ വെക്റ്റർ ഫോം നമുക്കറിയാം r ക്രോസ് p ആണ്. ഇവിടെ വെക്റ്റർ ഫോമിന് പകരം ഡയറക്ഷൻ നമ്മളോട് ആക്സിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഹൊറിസോണ്ടലാണ്. വാട്ട് അബൌട്ട് ആർ? നമുക്ക് r ക്രോസ് p ചെയ്താൽ എങ്ങോട്ടായിരിക്കും ആംഗുലാർ മൊമെൻറ്റം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആറിൻ്റെയും പിൻ്റെയും ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് ആ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറിജിനിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഡയറക്ഷനാണ്. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ. ഓക്കെ, ഒറിജിനിൽ നിന്നും ഇപ്പോൾ നിൽക്കുന്ന പോയിന്റിലേക്കുള്ള ഡയറക്ഷനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? പൊസിഷൻ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അപ്പോൾ ആറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ തന്നെയാണ് ആർക്കുണ്ടായിരിക്കാം? മൊമെൻറ്റത്തിന് ഉണ്ടായിരിക്കാം. അപ്പോൾ r ക്രോസ് p ചെയ്യുന്ന സമയത്ത് ആറിൽ നിന്നും പിയിലേക്ക് നമ്മുടെ 4 ഫിംഗേഴ്സ് കേൾ ചെയ്താൽ തമ്പ് ഫിംഗർ ഇൻ ടു ദ പ്ലെയിൻ ആണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് നെഗറ്റീവ് z ആക്സിസിലായിരിക്കും ആംഗുലാർ മൊമെൻറ്റം ഉണ്ടായിരിക്കുക എന്നുള്ളത് വെറുതെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന സമയത്തും നമുക്ക് ഇത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതാറുണ്ട് mv ഇൻറ്റു r ആണ് അല്ലേ, അല്ലെങ്കിൽ mv ഇൻറ്റു h ആണ്. ആ h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? h എന്ന് പറയുന്നത് നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, മൊമെൻറ്റത്തിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഈ പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് h ആയിട്ട് എടുക്കുക. മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് മാത്രം ആലോചിച്ചാൽ മതി അല്ലേ. മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി വെലോസിറ്റി അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിയും എബൌട്ട് വിച്ച് പോയിന്റ്, ഏത് പോയിന്റിന് എബൌട്ട് ആയിട്ടാണ് നമ്മൾ ആംഗുലാർ മൊമെൻറ്റ് എടുക്കുന്നത്, അതും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് മൂന്നും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗുലാർ മൊമെൻറ്റത്തിന് എന്ത് കിട്ടും? ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അത് ദിസ് ഇസ് ആക്ച്വലി മാക്സിമം ഹൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ. പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൈറ്റ് ആണ്. സോ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് u സ്ക്വയർ
യു ആയിട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് വി നോട്ടാണ്. സോ വി നോട്ട് സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ, സൈൻ സ്ക്വയർ 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2g. സോ ദാറ്റ് ഇസ് വി നോട്ട് സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 45 എന്ന് പറയുമ്പം അതെന്ത് വരും, അത് 1/2 എന്ന് വരും. ഇൻറ്റു എന്തും കൂടെ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഓൾറെഡി ഒരു 2g ഉണ്ട്. ഓക്കെ, അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4g എന്ന് വരും. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു, നമുക്ക് എമ്മിൻ്റെ ടേംസിലൊക്കെ തന്നെയാണ് ആൻസർ വേണ്ടത്, എം ഇൻറ്റു എവിടെ എത്തുമ്പോഴുള്ള സ്പീഡാണ്, വി എന്ന് പറയുന്നത് ആ നിമിഷത്തിലുള്ള സ്പീഡാണ്. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ മാക്സിമം ഹൈറ്റിലുള്ള മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കുന്നത്. ആ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോഴുള്ള സ്പീഡാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അത് വി നോട്ട് അല്ല, അത് വി നോട്ട് ഇൻറ്റു കോസ് 45 ആണ്. അത് വിട്ടുപോയാൽ തന്നെ ആൻസർ തെറ്റി. ഓക്കെ, സോ ദാറ്റ് ഈസ് വി നോട്ട് ഇൻറ്റു കോസ് 45 ഡിഗ്രി, ഓക്കെ, ഇൻറ്റു വി നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4g. സോ ആൻസർ ഇസ് എം ഇൻറ്റു വി നോട്ട് ക്യൂബായിട്ട് മാറും. ആൻഡ് കോസ് 45 ഡിഗ്രിയുടെ ഒരു 1/√2, താഴെ ഒരു റൂട്ടും കൂടെ ഉണ്ടാകും, 4√2g. ഇതാണ് ആൻസർ. എം വി നോട്ട് ക്യൂബ് ഡിവൈഡ് ബൈ 4√2g. എം വി നോട്ട് ക്യൂബ് ഡിവൈഡ് ബൈ 4√2g. ഓപ്ഷൻ 3 ആണ് ആൻസർ. നെഗറ്റീവ് z ആക്സിസ് നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്? ഓൾറെഡി നമ്മൾ ക്ലാസ്സിലൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ റൊട്ടേഷൻ ഫുള്ളായിട്ട് പഠിച്ച ആളുകൾക്ക് ബോണസ് ആണെന്ന് ഞാൻ പറയും. കാരണം വായിച്ച് നോക്കുക, എ സോളിഡ് സ്ഫിയർ ആൻഡ് എ ഹോളോ സ്ഫിയർ ഓഫ് ദ സെയിം മാസ് ആൻഡ് ഓഫ് സെയിം റേഡിയസ് ആർ റോൾഡ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ലെറ്റ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ ബോട്ടം ബൈ ദ സോളിഡ് സ്ഫിയർ ആൻഡ് ദ ഹോളോ സ്ഫിയർ ബി T1 ആൻഡ് T2 റെസ്പെക്റ്റീവ്ലി. ദെൻ T1ൻ്റെ T2ൻ്റെ റിലേഷൻ ആണ് ഇത്. റൊട്ടേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലെല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു സോളിഡ് സ്ഫിയറും അതുപോലെ തന്നെ ഹോളോ സ്ഫിയറും സോളിഡ് സിലിണ്ടറും ഹോളോ സിലിണ്ടറും ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യാണ്, താഴേക്ക് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ആദ്യം താഴെ എത്തുക എന്നുള്ളത് ഓൾറെഡി നമ്മൾ സിലബസിൻ്റെ പാർട്ടായിട്ട് പഠിക്കുന്നതാണ്. അത് പഠിച്ച ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും സോളിഡ് സ്ഫിയർ ആണ് ആദ്യം താഴെ എത്തുക എന്നുള്ളത്. അതായത് സോളിഡ് സ്ഫിയർ താഴെ എത്താൻ എടുക്കുന്ന സമയം T1 വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ഹോളോ സ്ഫിയർ. ഓപ്ഷൻ 3 ആണെന്ന് അവിടെ തന്നെ മാർക്ക് ചെയ്യാം. അതിൻ്റെ ഡെറിവേഷനിലേക്കും കാൽക്കുലേഷനിലേക്കും ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ആ ടൈമിൻ്റെ റിലേഷൻ എന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എഴുതുന്നുണ്ട്, അതിൻ്റെ ഡെറിവേഷൻ ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല. ഓക്കെ, സോ അതിൻ്റെ ഇപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ നമ്മുടെ കയ്യിലുണ്ട്. ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ലെങ്ത്ത് L ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആൻഡ് തീറ്റയാണ് ഇൻക്ലിനേഷൻ എന്നുണ്ടെങ്കിൽ 2L ഡിവൈഡഡ് ബൈ G സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 + k² r² എന്ന് പറയുന്ന റൂട്ട് ഓഫ് 2L ഡിവൈഡഡ് ബൈ G സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 + k² r² ആണ് ടൈം ടേക്കൺ ടു റീച്ച് ദ ബോട്ടമിൻ്റെ റിലേഷൻ. അതിലെ ഹോളോ സ്ഫിയറും സോളിഡ് സ്ഫിയർ ആകുമ്പോൾ ഈ k² r² വ്യത്യാസം വരിക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സോളിഡ് സ്ഫിയർ ആണ് ആദ്യം താഴെ എത്തുക. അതിനാണ് കുറച്ച് സമയം വേണ്ടത്. പക്ഷേ അതൊന്നും എക്സാം ടൈമിൽ നമ്മളിതൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ആ 4-5 ഒബ്ജക്റ്റുകൾ ഉരുണ്ട് വരുന്ന ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിൽ സോളിഡ് സ്ഫിയർ ആണ് ഏറ്റവും ആദ്യം താഴെ എത്തുക. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ 3 ആണെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. എ സോളിഡ് സ്ഫിയർ ഈസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ദ റേഷ്യോ ഓഫ് ലീനിയർ കൈനറ്റിക് എനർജി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സ്ഫിയർ ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ്. ഇതും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന റേഷ്യോ ലീനിയർ കൈനറ്റിക് എനർജി, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഫോർ എ സോളിഡ് സ്ഫിയർ ആണ്. ഇതും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. ½ mv² ഡിവൈഡഡ് ബൈ ½ I⍵² ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ½ mv² ഡിവൈഡഡ് ബൈ ½ I എന്ന് പറയുന്നത് ഒരു സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ അത് 2/5 mr² ആണ്. റൈറ്റ്, 2/5 mr². 2/5 mr² ഇൻറ്റു ω². ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, V = എന്താണ്, R ഒമേഗയാണ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിങ്ങിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് V/R ആണ്. സോ V²/R². മനസ്സിലായോ? ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് V/R ആണ്. അപ്പോൾ ഈ റേഷ്യോയിൽ നമുക്കത് R² ഒക്കെ ക്യാൻസലായി പോയി, എമ്മും ക്യാൻസലായി പോയി, ഹാഫും ക്യാൻസലായി പോയി. ഇനി എന്തെങ്കിലും ക്യാൻസലാകാൻ ബാക്കിയുണ്ടോ? ഒന്നും ബാക്കിയില്ല. സോ ദ റേഷ്യോ ഈസ് 1 ഡിവൈഡഡ് ബൈ 2/5 അഥവാ 5/2 ആണ് റേഷ്യോ. ഓക്കെ, 5/2 ആണ്. ഇതിനെ തന്നെ നമ്മൾ ആക്ച്വലി എങ്ങനെയും പറയാറുണ്ട്, ഐ തിങ്ക് R²/k² എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പഠിച്ച ആളുകൾക്കറിയാം. അത് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമ്മളൊരു റേഷ്യോ ആയിട്ട് പഠിക്കാറുണ്ട്. ദാറ്റ് റേഷ്യോ ഈസ് ആക്ച്വലി ഈക്വൽ ടു R²/k². ആൻസർ ഇസ് 5 ഡിവൈഡഡ് ബൈ 2, അതായത് ഓപ്ഷൻ 3 ആണ് നമ്മുടെ
ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2 iron solid discs of negligible thickness have radii r1 and r2 and moment of inertia I1 and I2 respectively. For r2 is equal to 2r1, ratio of I1 and I2 would be 1 by x. x എത്രയാണ്? രണ്ട് ഒബ്ജക്റ്റുകളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ റേഷ്യോ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ വി നീഡ് ടു ഫൈൻഡ് I1 ബൈ I2. രണ്ടും സോളിഡ് ഡിസ്കുകളാണ്, രണ്ടും അയൺ കൊണ്ടുണ്ടാക്കിയതാണ്. വേറെ മാസ് ഒന്നും തന്നിട്ടില്ല. രണ്ടിൻ്റെയും എന്ത് വ്യത്യാസമുണ്ട്? അയൺ കൊണ്ടുണ്ടാക്കിയ ഡിഫറെൻറ്റ് റേഡിയസ് ഉള്ള രണ്ട് ഡിസ്കുകൾ. തീർച്ചയായിട്ടും അതിൻ്റെ രണ്ടിൻ്റെയും മാസ് ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് നെഗ്ലിജിബിൾ തിക്നെസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ സിഗ്മ ഈസ് സെയിം, ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം രണ്ടും അയൺ ആണ്. ഓക്കെ. ആൻഡ് ഒരാളുടെ ഏരിയ എന്ന് പറയുന്നത് πr1² ആണ്, മറ്റേ ആളുടെ ഏരിയ എന്ന് പറയുന്നത് r2² ആണ്. ദാറ്റ് ഇസ് π × 4r1². അപ്പോൾ M1 നമ്മൾ ലെറ്റ്സ് സേ M ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളുടെ മാസ് 4 ഇരട്ടി ഉണ്ടാകും എന്നുള്ളത് ഏരിയൻ്റെ സൈസ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൻ്റെ റേഷ്യോ എടുക്കാം. I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് M × മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ റെസ്പെക്റ്റീവ്ലി പറഞ്ഞിട്ടുണ്ട്. സോ സോളിഡ് ഡിസ്ക് ആയതുകൊണ്ട് mr1² ആണ്. ഓക്കെ. ഡിവൈഡഡ് ബൈ I2 എടുക്കുന്ന സമയത്ത് അതിൻ്റെ മാസ് 4m ആണ്. ആൻഡ് അതിൻ്റെ റേഡിയസ് 2r1 ആണ്. 2r1² ഡിവൈഡഡ് ബൈ 2. രണ്ടിലെയും ആ ബൈ ടു ക്യാൻസൽ ആയി പോയിട്ട് എമ്മും ക്യാൻസൽ ആയി പോകും. എന്തായിട്ട് മാറും? r1² ഡിവൈഡഡ് ബൈ 4 × 4r1² എന്ന് വരും. അതിലെ എന്തും ക്യാൻസൽ ചെയ്യാം നമുക്ക്. r1² ക്യാൻസൽ ആകും. സോ ആൻസർ ഇസ് 1/16. അപ്പോൾ I1 ബൈ I2 എന്ന് പറയുന്നത് 1/16 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/x. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 16 ആണെന്നുള്ളത് ന്യൂമറിക്കലായിട്ട് നമുക്ക് ആൻസർ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ചോദ്യം. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സോളിഡ് ഡിസ്ക് റൊട്ടേറ്റിംഗ് അലോങ് ഇറ്റ്സ് ഡയാമീറ്റർ ഈസ് 2.5 times ഹയർ ദാൻ ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് റൊട്ടേറ്റിംഗ് ഇൻ സിമിലർ വേ. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ഒരു ഡിസ്കിനെ കുറിച്ചാണ്. ആ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 2.5 times ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് ആണ് ഇൻ ദ സിമിലർ വേ അബൌട്ട് ഇറ്റ്സ് ഡയാമീറ്റർ ആണ് കേട്ടോ. ഓക്കെ. ഡയാമീറ്റർ ആണെന്നുള്ളത് ഓർക്കണം. ഡയാമീറ്റർ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ വിച്ച് ഹാസ് ദ സെയിം റേഡിയസ് ആസ് ദ ഡിസ്ക്. ഓക്കെ. ആസ് ദ ഡിസ്ക് ആൻഡ് റൊട്ടേറ്റിംഗ് ഇൻ സിമിലർ വേ. അപ്പോൾ ഒരു സോളിഡ് സ്ഫിയറിൻ്റെ ഡയമീറ്ററിലൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പം is n times higher than the moment of inertia of the given ring. അപ്പോൾ ഒരു സോളിഡ് സ്ഫിയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സോളിഡ് സ്ഫിയർ സെയിം റേഡിയസ് ആണ്, ഡിസ്കിൻ്റെ അതേ റേഡിയസ് ആണ്. അത് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് n times ആണ്. സോ ദാറ്റ് ഇസ് n times the radius മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദാറ്റ് റിംഗ്. ഹിയർ n ഇസ് ഈക്വൽ ടു ഇതിൻ്റെ n-ൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസ്ക്, റിംഗ്, സോളിഡ് സ്ഫിയർ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എല്ലാം നമ്മൾ എഴുതി നോക്കിക്കൊണ്ട് ഈ പറയുന്ന റിലേഷനിലേക്ക് നമ്മൾ എത്തുകയാണ് വേണ്ടത്. കൺസിഡർ ഓൾ ബോഡീസ് ഹാവ് ഈക്വൽ മാസസ്. എല്ലാവരുടെയും മാസ് ഈക്വൽ ആണെന്ന് ഇവിടെ പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഡിസ്ക് അതിൻ്റെ ഡയാമീറ്ററിലാണ് കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ സ്വന്തം ആക്സിസിലൂടെ ഉള്ളത് mr²/2 ആണ്. ഡയമീറ്ററിലേക്ക് വരുന്ന സമയത്ത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അത് mr²/4 ആയിട്ട് മാറും. റൈറ്റ്. സോ mr²/4 ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഡിസ്കിൻ്റെ റേഡിയസ്, റിങ്ങിൻ്റെ റേഡിയസ് പറഞ്ഞിട്ടില്ല, ദാറ്റ് ഇസ് ഈക്വൽ ടു 2.5 IR ആണ്. ഓക്കെ. സോളിഡ് സ്ഫിയർ അതിൻ്റെ ഡയമീറ്ററിന് അക്രോസ് ആയിട്ട് കറങ്ങുന്നത് 2/5 mr² ആണ്. 2/5 m സെയിം ആണ്. റേഡിയസ് എന്താ പറഞ്ഞത്? സെയിം റേഡിയസ് ആസ് ദ ഡിസ്ക് ആണ്. മാസ് പിന്നെ ഓൾറെഡി അത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ടു എത്രയാണ്? n times IR ആണെന്നാണ് പറയുന്നത്. n times IR ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ mr² ക്യാൻസൽ ആയി പോകും. സോ 1/5/2/5 1/4/2/5 ഇസ് ഈക്വൽ ടു 2.5/n. അപ്പോൾ ഒന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ, ഒന്ന് കറക്റ്റാക്കി എഴുതി കഴിഞ്ഞാൽ, ആ ഫ്രാക്ഷൻസ് ഒക്കെ പ്രോപ്പറാക്കി എഴുതി കഴിഞ്ഞാൽ വി ഹാവ് 5/8 ഇസ് ഈക്വൽ ടു എന്ത് വരും? 5/8 ഇസ് ഈക്വൽ ടു 2.5/n എന്ന് വരും. സോ n ഇസ് ഈക്വൽ ടു 8 × 2.5 ഡിവൈഡഡ് ബൈ 5 ആണ്. ഇവിടെ 2.5ഉം 5ഉം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 4. n ഇസ് ഈക്വൽ ടു 4 എന്നുള്ള സിമ്പിൾ ആൻസറിലേക്ക് നമ്മളിതാ എത്തുകയാണ്. ഓക്കെ. n ഇസ് ഈക്വൽ ടു 4. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
The coordinates of a particle with respect to origin is given, origin in a given reference frame is 1,1,1 meters. If F is equal to I minus j plus k acts on the particle, magnitude of torque with respect to origin in the z direction is. Okay, z directionലുള്ള ടോർക്ക് എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടോർക്ക് ഇൻ z direction is ആണ് ചോദ്യം. കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ തന്നിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ഇൻ എ ഗിവൺ റെഫറൻസ് ഫ്രെയിം. അപ്പം പൊസിഷൻ വെക്ടർ ഓഫ് ദ പാർട്ടിക്കിൾ I പ്ലസ് ജെ പ്ലസ് കെ ആണ്. ഫോഴ്സും തന്നിട്ടുണ്ട് I മൈനസ് ജെ പ്ലസ് കെ ആണ്. നമ്മളോട് ടോർക്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അത് R ക്രോസ് എഫ് ആണ്. സോ നമുക്ക് നേരെ പ്രൊസീഡ് ചെയ്യാം ആദ്യം. അപ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു I ജെ കെ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ആൻസർ എന്താ പറഞ്ഞിട്ടുള്ളത്? 111 അല്ലെ, R 111 ആണ്. ഇനി എഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 മൈനസ് 1 ആണ്. ഓക്കെ, ആൻഡ് നമുക്ക് വേണ്ടത് മൊത്തം ക്രോസ് പ്രോഡക്റ്റ് എടുക്കണോ എന്നുള്ളത് ചിന്തിക്കണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ, അത് തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻ ദ സെഡ് ഡയറക്ഷൻ. സെഡ് ഡയറക്ഷനിലുള്ള മാഗ്നിറ്റ്യൂഡ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ടോർക്കിന് 3 കോമ്പോണന്റ് ഉണ്ട്, അത് നമുക്കറിയാം. അതിൽ സെഡിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ചോദ്യം. അപ്പോൾ മേ ബി ഇത് മുഴുവൻ ചെയ്യേണ്ടതില്ല ആക്ച്വലി. സെഡിന്റെ മാഗ്നിറ്റ്യൂഡ്, സെഡ് ഡയറക്ഷനിലുള്ള മാഗ്നിറ്റ്യൂഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കോമ്പോണന്റ് ഏതാണെന്ന് നോക്കിയാൽ പോരെ. അത് -1 ആണ് അല്ലേ. ഞാൻ മൊത്തമായിട്ട് എന്തായാലും എഴുതി വെക്കാം. പക്ഷേ ആക്ച്വൽ എക്സാമിൽ നമ്മൾ മുഴുവൻ ക്രോസ് പ്രോഡക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? 1 × 1 -1 അപ്പോൾ 2i. സോ ദിസ് ഇസ് ഈക്വൽ ടു 2i. ജെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0 ആണ് വരിക. കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ -1 സോ -2k. ഇതാണ് ആൻസർ. അപ്പോൾ സെഡ് ഡയറക്ഷനിലുള്ള ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2 ആയിരിക്കും ആൻസർ. സോ ആൻസർ മാഗ്നിറ്റ്യൂഡ് ഓഫ് z കോമ്പോണന്റ് എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് z കോമ്പോണന്റ് ഇസ് 2 ആണെന്നുള്ളത് നമുക്ക് ആൻസറിൽ എഴുതി വെക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 3 ഈക്വൽ മാസസ്. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും പക്ഷേ ഒരുപാട് കുട്ടികൾ ചെയ്തിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യനിലെ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്ന മെത്തേഡ് അല്ലെങ്കിൽ അപ്രോച്ച് ആണ് ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. സോൾവ് ചെയ്യുന്ന പാർട്ട് ആക്ച്വലി ഈസിയാണ്. 3 ഈക്വൽ മാസസ് M ആർ കെപ്റ്റ് at vertices ABC of an equilateral triangle of side A in free space. At t equal to 0, they are given an initial velocity VA is equal to V0 into AC, VB equal to V0 into BA, VC equal to V0 into CB. Here AC, CB, BA are unit vectors along the edges of the triangle. If the 3 masses interact gravitationally, then the magnitude of net angular momentum of the system at the point of collision is. അപ്പോൾ വളരെ എന്താ പറയുക, വളരെ വലിയൊരു സ്റ്റോറി തന്നെയാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സിലായിട്ട് ഒബ്ജക്റ്റുകളുണ്ട്. ഈക്വൽ മാസസ് ആണ്, മാസ് ഓഫ് M. ഓക്കെ, ഒബ്ജക്റ്റ് ഓഫ് മാസ് M 3 വെർട്ടെക്സുകളായിട്ട്. ആൻഡ് ആ ടൈം t ഈക്വൽ ടു 0 ഇവർ ഫ്രീ സ്പേസിലാണെന്ന് പറയുന്നുണ്ട്. ഫ്രീ സ്പേസിലാണെന്ന് പറയുമ്പോൾ വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സുകളോ ഒബ്ജക്റ്റുകളോ ഒന്നും അവിടെ ഇല്ല. ആൻഡ് ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് മാത്രമുള്ള മ്യൂച്വൽ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഒന്നുമില്ല എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. പക്ഷേ എക്സാം സമയത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൊള്ളുന്നില്ല. എന്നാലും അപ്പോൾ എയിലുള്ള ആൾക്ക് നമ്മൾ കൊടുത്ത ഇനീഷ്യൽ വെലോസിറ്റി, ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കുക. എയിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്കാണ്? സിയുടെ അടുത്തേക്കാണ് ആദ്യം കിട്ടിയിട്ടുള്ള വെലോസിറ്റി. സിക്ക് കിട്ടിയ വെലോസിറ്റി B to A, ബിക്ക് കിട്ടിയ വെലോസിറ്റി എന്ന് പറയുന്നത് എയുടെ അടുത്തേക്കാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സിക്ക് കിട്ടിയിട്ടുള്ളതോ ബിയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഇവർക്ക് ഈ ഡയറക്ഷൻസിലുള്ള ഇനീഷ്യൽ സ്പീഡ് നമ്മൾ കൊടുക്കുകയും പിന്നെ ഇവരുടെ തന്നെ മ്യൂച്വൽ അട്രാക്ഷനിലാണ് പിന്നെ ഇവർ മൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ തുടങ്ങി. എനെ സംബന്ധിച്ചിടത്തോളം അതിന് ബി അട്രാക്ട് ചെയ്യുന്നുണ്ട്, സിയും അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. എനെ സംബന്ധിച്ചിടത്തോളം ബിയും സിയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉള്ളിലേക്കാണ് അതിനൊരു നെറ്റ് ഫോഴ്സ് ഫീൽ ചെയ്യുക മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ. സിനെ സംബന്ധിച്ചിടത്തോളം എ ഇസ് അട്രാക്ടിങ് സി, ബി ഇസ് ഓൾസോ അട്രാക്ടിങ് സി. അപ്പോൾ ഈ 2 അട്രാക്ഷൻ്റെ ഫലമായിട്ട് നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫീൽ ചെയ്യും. ഉള്ളിലേക്കാണ് ഈ ഒരു ഇനീഷ്യൽ സ്പീഡ് ഉണ്ട്, അതിൻ്റെ കൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ബിയും അതുപോലെ തന്നെ എ ബിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, സിയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നെറ്റ് ഫോഴ്സ് ഫെൽറ്റ് ബൈ ബി എന്ന് പറയുന്നത് ടുവേർഡ്സ് ഇൻവേർഡ് ആണ്. എന്ന് മാത്രമല്ല ഇനീഷ്യലി ഒരു സ്പീഡ് അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 പേരടങ്ങുന്ന സിസ്റ്റത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും എന്ത് 0 ആണ്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0.
ഓക്കെ, ഇതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്ന കാര്യം. ഈ ഒരു സിസ്റ്റത്തിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, പക്ഷെ അതെല്ലാം ഇന്റേണൽ ആയിട്ടാണ്. 3 പേരെയും ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നെറ്റ് ടോർക്കും ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നെറ്റ് ആംഗുലാർ മൊമെന്റം ആണ്. അപ്പോൾ ഇൻ ജനറൽ നമുക്കറിയാം ആംഗുലാർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് വേണമെന്നുണ്ടെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ ആണ്, അല്ലേ? നമ്മൾ പ്രീവിയസ്ലി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ വെലോസിറ്റിയുടെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് പോയിന്റ് ഓഫ് കൺസിഡർ ഏത് പോയിന്റിന് എബൌട്ട് ആയിട്ടാണോ നമ്മൾ ആംഗുലാർ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ m/v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആംഗുലാർ മൊമെന്റത്തിന്റെ എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് കിട്ടും. അപ്പോൾ അതാണ് നമുക്കിവിടെ വേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക, ഏത് പോയിന്റിന് എബൌട്ട് ആയിട്ടാണ് ആംഗുലാർ മൊമെന്റം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇഫ് ദ 3 masses interact gravitationally, then the magnitude of net angular momentum of the system at the point of collision is. അപ്പോൾ ഈ 3 ഒബ്ജക്റ്റുകളും എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക, അവർ എവിടെയായിരിക്കും കൊളൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ആ കൊളൈഡ് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും എന്ന് നമുക്കൊന്ന് അപ്രോക്സിമേറ്റ്ലി മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ പോയിന്റിന് എബൌട്ട് ആയിട്ട് നമുക്ക് ആംഗുലാർ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് അറ്റ് ദ പോയിന്റ് ഓഫ് കൊളീഷൻ ഇസ്, ഇതാണ് ചോദ്യം. അപ്പോൾ വായിച്ച സമയത്ത് മനസ്സിലായത് നെറ്റ് ഫോഴ്സ് 0 ആണ്, അതുകൊണ്ട് തന്നെ നെറ്റ് ടോർക്ക് 0 ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതിൽ നിന്ന് നമുക്കിതാ ഒരു ഐഡിയ കിട്ടുകയാണ്, ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി എവിടെയാണ് ഇത് കൊളൈഡ് ചെയ്യുക? അടുത്ത ചോദ്യം അതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സിലായിട്ട് ഈക്വൽ മാസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ സെൻട്രോയിഡിലായിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിലായിരിക്കും സെന്റർ ഓഫ് മാസ് ഉണ്ടായിരിക്കാം. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടുന്ന് അനങ്ങില്ല, ശരിയല്ലേ? എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദ സിസ്റ്റം 0 ആയതുകൊണ്ട് ABC എന്ന് പറയുന്ന 3 ഒബ്ജക്റ്റുകളുടെ സെന്റർ ഓഫ് മാസ് ആ സെൻട്രോയിഡിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇവർ 3 പേർക്കും ഇനീഷ്യലി സ്പീഡ് കൊടുത്തിട്ടുണ്ട്. 3 പേരും മ്യൂച്വൽ ഗ്രാവിറ്റേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം അട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയതുകൊണ്ട്, ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. സോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവർ മ്യൂച്വൽ ഇന്ററാക്ഷനിൽ ഇങ്ങനെ ഒരു റൊട്ടേഷണൽ മോഷനിലാണ്. മ്യൂച്വൽ ഇന്ററാക്ഷനിൽ പരസ്പരം അട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വന്ന് അവസാനം ഈ കൊളീഷൻ സംഭവിക്കാൻ പോകുന്നത് എവിടെയായിരിക്കും? അത് സെൻട്രോയിഡിൽ തന്നെ ആയിരിക്കും. മനസ്സിലായോ? കൊളീഷൻ വിൽ ബി അറ്റ് സെൻട്രോയിഡ്. കൊളീഷൻ സെൻട്രോയിഡിൽ തന്നെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ കൊളീഷൻ സെൻട്രോയിഡിലാണ് സംഭവിക്കാൻ പോകുന്നത്. സോ ബേസിക്കലി നമുക്ക് ആ പോയിന്റിന് ഒരു പേര് കൊടുക്കാം, O എന്നുള്ള പേര് കൊടുക്കാം. സോ വി നീഡ് ടു ഫൈൻഡ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സോ ദെർഫോർ വി നീഡ് ടു ഫൈൻഡ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ചോദ്യമാണ്. ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അസംഷൻ. സോ വി നീഡ് ടു ഫൈൻഡ് L at O. ഓക്കെ, O എന്ന് പറയുന്ന പോയിന്റിലെ ആംഗുലാർ മൊമെന്റം എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് അവിടെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാം. അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ആംഗുലാർ മൊമെന്റം ആണോ, ഇൻ ബിറ്റ്വീനിലുള്ള ആംഗുലാർ മൊമെന്റം ആണോ, ഇനി കൊളീഷൻ സംഭവിക്കുമ്പോൾ ആംഗുലാർ മൊമെന്റം ആണോ എന്നുള്ള ചോദ്യം വരും, അല്ലെ? അറ്റ് ദി നെറ്റ് ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം അറ്റ് ദ പോയിന്റ് ഓഫ് കൊളീഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ സത്യം പറഞ്ഞാൽ നെറ്റ് ടോർക്ക് 0 ആയതുകൊണ്ട് ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം കോൺസ്റ്റന്റ് ആണ്, കൺസേർവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ആദ്യമുള്ളത് കാൽക്കുലേറ്റ് ചെയ്യലാണ്. അത് തന്നെ എന്ത് ചെയ്താൽ മതി. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രയാങ്കിൾ ഇതാ ഇവിടെ ഒന്നും കൂടെ വരക്കുന്നുണ്ട്. ആ ട്രയാങ്കിൾ ഞാൻ ഇവിടെ ഒന്നുകൂടെ വരക്കുകയാണ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഒരാളുടെ വെലോസിറ്റി ഇങ്ങോട്ടേക്കാണ്, വേറൊരാളുടെ വെലോസിറ്റി ഇതാ ഇങ്ങോട്ടേക്കാണ്, മൂന്നാമത്തെ ആളുടെ വെലോസിറ്റി ഈ ഡയറക്ഷനിലേക്കാണ്. സെൻട്രോയിഡിലുള്ള ആംഗുലാർ മൊമെന്റമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഇത് സിമെട്രിക് ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരാളുടെ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിച്ചാൽ മതി, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായോ? അതിനുവേണ്ടി നമ്മൾ എങ്ങനെ ചെയ്യാം? അതിനുവേണ്ടി m/v ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഇനീഷ്യൽ സ്പീഡ് v0 ആണ്. ഇനി വേണ്ടത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് ഡിസ്റ്റൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് തന്നെയാണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ ഈസിലി നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഇവിടെ നമുക്കൊരു a/2 കാണാം, അല്ലേ? ഇത് 30 ഡിഗ്രി ആയിരിക്കും ആംഗിൾ, ഓൾറെഡി നമുക്ക് അറിയുന്നതാണ് 30 ഡിഗ്രി ആണ്. അത് മാത്രമല്ല ഈ ഡിസ്റ്റൻസ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇനി ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? tan 30 ഡിഗ്രി എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞു ട്രയാങ്കിളിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? tan 30 ഡിഗ്രി എടുക്കാം, വിച്ച് ഈസ് x ഡിവൈഡഡ് ബൈ a/2, അത് 1/√3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ therefore x is equal to എന്തായിരിക്കും? a/√3
2√3 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻസറിലേക്ക് ഇതാ നമ്മൾ എത്തുകയാണ്. a/2√3 എന്ന് കിട്ടും. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് ഒരൊറ്റ ഒബ്ജക്റ്റ് കാരണം O എന്ന് പറയുന്ന പോയിന്റിലുള്ള ആംഗുലാർ മൊമെന്റം ആണ്. ഇത് മൂന്നും സെയിം ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇവരുടെ റൊട്ടേഷൻ ഉണ്ടായിരിക്കുക. സെയിം ഡയറക്ഷനിലാണ് ആംഗുലാർ മൊമെന്റം. സോ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ L0 ഇസ് ഈക്വൽ ടു L@O ഇസ് ഈക്വൽ ടു ആൻസർ എത്രയാണ് വരിക? താഴത്തെ √3 മേലത്തെ √3 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ √3 mv0 ഡിവൈഡഡ് ബൈ 2a അല്ലെ, √3 mv0 ഇൻറ്റു a ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ആൻസർ ആയിരിക്കും ഉണ്ടായിരിക്കുക. √3/2 ഇൻറ്റു mv0 ഇൻറ്റു a, √3/2 ഇൻറ്റു amv0, അതായത് ഓപ്ഷൻ 3 ആണ് ആൻസർ. അപ്പോൾ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആണ്. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് m ഇൻറ്റു v ഇൻറ്റു r പെർപെൻഡിക്കുലർ ചെയ്തു, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് ആൻസർ. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റുകൾ ഇതാണ്. ഇത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് നെറ്റ് ടോർക്ക് ഇല്ല, അതുകൊണ്ട് ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ഇവരുടെ മോഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും, സിമെട്രിക്കലി ഇവർ പരസ്പരമുള്ള അട്രാക്ഷനിൽ പോയിട്ട് സെന്റർ ഓഫ് മാസ് അവിടെ തന്നെയാണ് ഇവർ കൊളൈഡ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, അതുകൊണ്ട് സെന്റർ ഓഫ് മാസിന് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അത്രയും കാര്യങ്ങൾ കണക്ട് ആയി കഴിഞ്ഞാൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് ഓപ്ഷൻ 3 ആണ് ആൻസർ എന്നതിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, സെന്റർ ഓഫ് മാസ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇൻക്ലൂഡിങ് കൊലീഷൻ എന്ന് പറയുന്ന ടോപ്പിക് അടക്കം ചേർത്ത് കഴിഞ്ഞാലുള്ള 2025 ക്വസ്റ്റ്യൻസ്. ഇതിൽ ഒരു 80% ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിലി തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കി 20%-നാണ് ഈ ഒരു കോൺസെപ്ച്വൽ തിങ്കിങ് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഒക്കെ വന്നിട്ടുണ്ട്, ഇൻക്ലൈൻഡ് പ്ലെയിനിലെ റോളിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലൊക്കെ തന്നെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. റൊട്ടേഷൻ മോഷൻ മുഴുവനായിട്ട് പഠിക്കണം. പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരിക്കലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ചാപ്റ്റർ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, ഓരോ വർഷവും അത് വേരി ചെയ്യും. അതുകൊണ്ട് തന്നെ ടഫസ്റ്റ് ചാപ്റ്റർ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ബാക്കി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.